നിങ്ങൾ പുഴു കണ്ടിനോന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടില്ല. ഒരു അപ്പർ കമ്മ്യൂണിറ്റിനെ അധിക്ഷേപിക്കുന്ന ഒരു പടമാണ്. നിൻ്റെ ആദ്യത്തെ സിനിമ മമ്മൂട്ടിയായിട്ട് ചെയ്യുന്നു, നീ പിന്നെ ഇത് ഇങ്ങനെ ഒരു സിനിമ അത് ചെയ്യുന്നത് നല്ലതാണോ? നമ്മൾ തുടക്കത്തിൽ തന്നെ ഒരു കമ്മ്യൂണിറ്റിൻ്റെ മേലെ പോയിട്ട് കൈവച്ചിട്ട് അതുവരെ ഉണ്ടായിരുന്ന ആളല്ല. ആരൊക്കെയോ എന്തൊക്കെയോ ഇഞ്ചക്ഷൻസൊക്കെ വെച്ച് ഇവരാകെ ആൾ മാറിയിരിക്കുന്നത്. കാരണം നമ്മൾ ഇത്രയും കാലം ഈ സബ്ജക്റ്റ് ചെയ്യുന്നതിനോട് തീരെ ഇതുണ്ടായിരുന്നില്ല. ഇവർ ഈ നെഗറ്റീവ് സാധനം മമ്മൂക്ക തന്നെ ഈ നെഗറ്റീവ് എന്തിനാണ് ചെയ്തതെന്നുള്ളത് അതൊക്കെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, നമ്മളതിൽ ചോദ്യം ചെയ്യുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മൾ ചെറിയ ഇഷ്യൂസ് നിങ്ങൾ ഫാമിലി തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടപ്പോഴാണ് ഞാൻ മമ്മൂക്കയായിട്ടുള്ള എൻ്റെ സംസാര ശൈലി മാറുന്നത്. അവർ UK പോയി, പക്ഷേ അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ പുറകിൽ ഇദ്ദേഹമാണ് എന്നുള്ളത്. ആര്? ഈ രാജേഷ് കൃഷ്ണ. ഇവന് കുറച്ച് സാമ്പത്തിക ഇടപാടുകൾ ഇവളുടെ അക്കൗണ്ട് മുഖേനയൊക്കെ നടത്തിയിട്ട് ഈ സമയത്ത് നിങ്ങളുടെ വൈഫും പിള്ളേരും നാട്ടിൽ തന്നെയാണ്? കൊച്ചിയിലാണ്. നിങ്ങൾ പോവാറുണ്ടോ? റെഗുലർ എപ്പോൾ സമയം കിട്ടിയാലും ഞാൻ വരാറുണ്ട്. സിനിമ എന്താ അപ്പം അവരെന്ത് ചെയ്യുന്നു? അവരുടെ മറ്റേ ഉയര് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? അവർ ഉയരെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ പുഴുവിൻ്റെ ഈ പ്രശ്നം പേപ്പറൊക്കെ ക്ലിയർ ചെയ്തിട്ട് പുഴു അനൗൺസ് ചെയ്യാൻ നിന്നു. ഈ പുഴു വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പുഴു ആയിരുന്നില്ല അനൗൺസ്മെൻറ്റ്. ഇവരെഴുതിയ സ്വന്തം സ്ക്രിപ്റ്റിലുള്ള പടമായിരുന്നു അനൗൺസ്മെൻറ്റിന് വെച്ചിരുന്നത്. പടം 2019 സെപ്റ്റംബറിൽ ഒക്ടോബറിൽ ഷൂട്ട് തുടങ്ങാമെന്നുള്ള രീതിയിൽ മമ്മൂക്ക പ്രിപ്പയറായി കാര്യങ്ങളൊക്കെ പറഞ്ഞു. മമ്മൂക്കാൻ്റെ ബാക്ക്ലോഗ് കാരണം സെപ്റ്റംബർ ഒക്ടോബർ എന്നുള്ളത് മാർച്ചിലേക്ക് നീണ്ട് 2020 മാർച്ചിലേക്ക് നീണ്ട് അനൗൺസായി ചെയ്യാമെന്നുള്ള രീതിയിൽ ഒരു ബാക്ക് എൻഡ് പ്രിപ്പറേഷനൊക്കെ ആയി. 20 കോവിഡ് വരുന്നത്, വീണ്ടും അവിടെ നിന്നു. ഓക്കെ, കോവിഡ് വന്ന് നിന്ന സമയത്ത് പിന്നെ ഇവർക്ക് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് പോയില്ല എന്ന് കണ്ടപ്പോൾ മമ്മൂക്കാൻ്റെ അടുത്ത് പോയി സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്താണ് ഈ തട്ടിക്കൂട്ടി ഈ പുഴു എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കിയത്. അവിടെയാണ് പ്രശ്നം, ഞങ്ങൾ പ്രശ്നങ്ങൾ തുടങ്ങുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വളരെ എൻ്റെ സുഹൃത്തുക്കളായാലും എന്നെ പറ്റി അറിയുന്ന എല്ലാവർക്കും എന്നെ നന്നായിട്ട് അറിയാം. ഞാൻ ഒരു മതത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ സപ്പോർട്ട് ചെയ്തും കൊണ്ടോ ഒരാളെ എതിർത്തും കൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് എല്ലാ രീതിയിലുള്ള ഫ്രണ്ട്സുകളും ഉണ്ട്. ഓക്കെ, ഞാൻ അവരുടെ വീട്ടിൽ പോയി സ്വാഭാവികമായിട്ടും എല്ലാവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കലും അവർ നമ്മളടുത്ത് അങ്ങനെയുള്ള ഒരു ജീവിത ശൈലിയാണ് പണ്ട് മുതലേ, അത് എൻ്റെ ചെറുപ്രായം മുതലേ. അപ്പോൾ ഇവർ സ്വന്തമായിട്ടുള്ള സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അതൊരു സൂപ്പർ സാധനമാണ്. ആ സാധനം നമ്മളൊക്കെ ഭയങ്കര പ്രതീക്ഷ ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ആ സാധനത്തിൽ നിന്ന് നേരെ ഉൾട്ട ഒരു നെഗറ്റീവ് സാധനത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് അതിനകത്ത് കുറച്ച് നെഗറ്റീവ് സാധനം എങ്ങനെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മമ്മൂക്കാൻ്റെ അടുത്ത് പോയിട്ട് പറയുകയാണ് ഇവർക്ക് എന്തെങ്കിലും ഇത് ചെയ്യണം. അപ്പോൾ മമ്മൂക്ക പറഞ്ഞു, നിൻ്റെ വിഷമം ഇനി ഇത്രയും വർഷം കാത്തു നിൽക്കുകയാണ്, നിൻ്റെ സ്ലോട്ട് ഇപ്പോൾ ഉണ്ട്, പക്ഷേ നിൻ്റെ സാധനം എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല, നിൻ്റെ സ്ക്രിപ്റ്റ് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു വലിയ ബിഗ് ബഡ്ജറ്റ് സാധനമാണ്, വാക്സിൻ പോലും ഇറങ്ങിയിട്ടില്ല, ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരു സംഗതി എവിടെയെങ്കിലും നോക്കട്ടെ, വേറെ റൈറ്റേഴ്സിൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലും ചെയ്ത് ഒരു ചെറിയ സാധനം ഇപ്പം ചെയ്യാം, നിൻ്റെ മറ്റേ സാധനം ഞാൻ വിട്ടു തരില്ല, അത് ഞാൻ തന്നെ ചെയ്യും, എന്തായാലും ആയുസ് ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ പുള്ളി വെച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ എന്തായാലും മമ്മൂട്ടിൻ്റെ പടത്തിൽ തരണം. അപ്പോൾ ഇവർ വീണ്ടും അങ്ങനെയാണ് ഈ പിന്നെ ഉണ്ടയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അർഷദ് എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് റൈറ്ററും പിന്നെ സുഹാസ് ഷർഫു ഈ വൈറസ് പിന്നെ അങ്ങനെയുള്ള ഏതോ 1-2 പടം ചെയ്തവരാണ്. ഇവരൊക്കെ കൂടിയിട്ട് ഈ മറ്റേ ഈ അർഷദിനെ വിളിച്ചു. മമ്മൂക്ക വിളിച്ച സമയം ഇവരവിടെ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് വിളിക്കുന്നത്. വിളിച്ച സമയത്ത് അർഷദ് പറഞ്ഞു, എൻ്റെ അടുത്തൊരു സബ്ജക്റ്റ് ഉണ്ട് മമ്മൂക്ക, ഞാൻ നേരിൽ വന്ന് പറയാമെന്ന് പറഞ്ഞു. പോയി കഥ പറഞ്ഞപ്പം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു, എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഇത് എഴുതി. അപ്പം ഞാൻ ഓൾമോസ്റ്റ് എല്ലാ വീക്കെൻഡിലും ഞാൻ ട്രെയിൻ കയറി ഇങ്ങ് പോരും, രാത്രി ട്രെയിൻ കയറി ഇങ്ങ് പോരും, ഞായറാഴ്ച അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ വ്യാഴാഴ്ച വരും, അങ്ങനെ ഇതായിരുന്നു. അപ്പം ഞാനിതിങ്ങനെ നമ്മൾ വീട്ടിൽ നടക്കുന്ന സംഗതിയാണല്ലോ, ഇതിങ്ങനെ ലാപ്ടോപ്പിൽ ഈ സാധനം കാണാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിൻ്റെ ഉള്ളിൽ, കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ പുഴു കണ്ടിനോന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. അതൊരു എന്താ പറയുക, നമ്മളെ ഒരു അപ്പർ കമ്മ്യൂണിറ്റിനെ അധിക്ഷേപിക്കുന്ന ഒരു പടമാണ്. സവർണര ആ രീതിയിലുള്ള അത് പടം കണ്ടവർക്ക് മനസ്സിലാവും. അപ്പം ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചു, പിന്നെ നിൻ്റെ ആദ്യത്തെ സിനിമ മമ്മൂട്ടിയായിട്ട് ചെയ്യുന്നു, നീ പിന്നെ ഇത് ഇങ്ങനെ ഒരു സിനിമ അത് ചെയ്യുന്നത് നല്ലതാണോ? നമ്മൾ തുടക്കത്തിൽ തന്നെ ഒരു കമ്മ്യൂണിറ്റിൻ്റെ മേലെ പോയിട്ട് കൈവച്ചിട്ട്
അതിൽ എന്തൊക്കെ സാധനങ്ങൾ സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന സിനിമ ഞാൻ 2 രീതിയിലുള്ള സിനിമകളാണ് വളരെ ഇതിൽ കാണുക. ഒന്ന് ഫൈറ്റ്, പിന്നെ കോമഡി. നമുക്ക് ഈ ഒരു റിലാക്സിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ തിയേറ്ററിൽ പോകുന്നത്. അവിടെ പോയിട്ട് ഈ സങ്കടം പിന്നെയും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഇവരത് അന്നേരമാണ് ഇവരുടെ ഓരോരോ അതുവരെ ഉണ്ടായിരുന്ന ആളല്ല, ആരൊക്കെയോ എന്തൊക്കെയോ ഇഞ്ചക്ഷൻസൊക്കെ വെച്ച് ഇവരാകെ ആൾ മാറിയിരിക്കുന്നത്. കാരണം നമ്മൾ ഇത്രയും കാലം 2003 ഞാൻ പരിചയപ്പെട്ടത്. 3 മുതൽ 2020 വരെ 17 വർഷം ഒരുമിച്ച് ജീവിച്ച ഒരാളുടെ മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അത് കണ്ടു തുടങ്ങി. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഇൻഫ്ലുവൻസ് എന്താണെന്നുള്ളത് പിന്നീട് നമ്മൾ അതിൽ കണ്ടെത്തി, അത് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ ഇവർ ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സബ്ജക്റ്റ്, ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട് എന്നുള്ളത് ഈ അർഷദ് എന്ന് പറയുന്ന ആൾ എക്സ്ട്രീം ഇസ്ലാമിസ്റ്റാണ്. നമ്മൾ ഇതിലുണ്ടല്ലോ എക്സ്ട്രീം ഇസ്ലാമിസ്റ്റാണ്. പുള്ളിയുടെ പ്രൊഫൈലൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. പുള്ളി അതെങ്ങനെ ഇത് കൊണ്ടുവന്നപ്പം കൂട്ടിനൊരു കമ്മ്യൂണിസ്റ്റുകാരനും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവർക്കെല്ലാം കൂടി ഇതൊന്ന് കളറാക്കണം. അത് കൂടുതൽ കളറായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പിന്നെ പാർവതി കയറി വന്നു. പാർവതിൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് പാർവതി മമ്മൂട്ടി അതുവരെ ഉടക്കി നിൽക്കുകയായിരുന്നു. മമ്മൂക്കായിട്ട് എന്തോ ഒരു വിഷയത്തിൽ ഉടക്കി നിൽക്കുകയായിരുന്നു. ഈ പടം കാരണം അവർ കൊണ്ടുവന്നു. അത് ആ ഒരു ഇത് റത്തിനാക്ക് കിട്ടിയിട്ടുണ്ട്, അഡ്വാൻറ്റേജ്, അവർ ഒരുമിച്ചു എന്നുള്ളത്. പാർവതിക്ക് ഈ സ്ക്രിപ്റ്റ് കേട്ടപ്പം അതിൻ്റെ ഭാഗമാവണമെന്നുണ്ട് ഭയങ്കര ആഗ്രഹം. പുള്ളിക്കാർത്തി വേഗം സമ്മതിച്ചു. കാരണം വെച്ചാൽ അവർക്കൊക്കെ ഇപ്പോൾ ആ ലൈനാണല്ലോ. അങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഞാൻ എത്രമാത്രം ഇത് ചെയ്തപ്പോൾ ഇവർ ഇതിൽ നിന്ന് മാറാൻ തയ്യാറില്ല. ഇത് മമ്മൂക്കാൻ്റെ ഇതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മമ്മൂക്ക അത് അറിഞ്ഞും കൊണ്ട് സമ്മതിച്ചതാണോ, ഇനി മമ്മൂക്ക അത് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് അറിയാതെ പോയി ഇതായതാണോ, അതുമാത്രം തിയേറ്ററിക്കൽ റിലീസൊന്നും അല്ല. അത് OTT ആണ് വന്നത് സോണിയിൽ. എത്രമാത്രം സക്സസ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിലാണ് നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങുന്നത്. അതിനിടയിലാണ് 2ാം ലോക്ക്ഡൗണിൻ്റെ സമയത്ത് രാജേഷ് എന്നെ വിളിച്ചിട്ട് പറയുന്നത്, ഞാൻ ഹോളിഡേ ഇന്ന് ഇവരെ സീൽ ചെയ്യാൻ വന്നിട്ടുണ്ട്, ക്ലോസ് ചെയ്യാണ്, എനിക്ക് പത്തനംതിട്ടയ്ക്ക് പോകാൻ പറ്റില്ല, എനിക്കൊരു 3 ദിവസം നിൻ്റെ ഫ്ലാറ്റിൽ നിൽക്കണം എന്നുള്ള രീതിയിൽ പറയുന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ, ഞങ്ങളെല്ലാവരും ഉണ്ട് അവിടെ, ഞാൻ എൻ്റെ പിന്നെ കുട്ടികളുണ്ട്, അവരുണ്ട്, വന്നോളൂ എന്ന് പറഞ്ഞ് അവിടെ ഞങ്ങൾ 3 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റാണ്. അവിടെ മറ്റേ ഞങ്ങളെ കൊച്ചിയിലെ ഫ്ലാറ്റിൽ മറ്റേ ഈ ഇതൊക്കെ ഉണ്ട്, എന്താ പറയുക, അതിൻ്റെ മൈ ഗേറ്റ് ആക്സസ് ഉണ്ടല്ലോ ഫ്ലാറ്റ്, അതിൽ എൻട്രി പാസ്സൊക്കെ ഇട്ടെടുത്തു പുള്ളിയുടെ വണ്ടി. പുള്ളി കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു BMW കാറുണ്ട്. അത് ഖത്തർ ബേസ്ഡ് ഒരു ബിസിനസ്സുകാരുണ്ട്. അതാണ് പേരനാ, ഒരു മുസ്ലിമാണ് പുള്ളിയാണ് മറ്റേ പ്രൊഡ്യൂസറായിട്ട് ഒരു പീഡന കേസിൽ ഒരു പ്രൊഡ്യൂസർ, ഒരു പീഡന കേസ് പ്രതി. അതെ. എന്നിട്ട് ആ പീഡന കേസ് ഇയാൾ രാജേഷ് ഒത്തുതീർത്തു കൊടുത്തു. അതെ, അങ്ങനെ എന്തോ ഒരു കേസുണ്ട്. അപ്പോൾ അതിനുള്ള പാരിതോഷികം എന്ന് തോന്നുന്നു. ഇയാളുടെ കാർ എപ്പോഴും പുള്ളി വന്നു കഴിഞ്ഞാൽ ഈ കാർ, ഇതൊക്കെ പിന്നീടാണ് ഇതിൻ്റെയൊക്കെ അറിവ് കിട്ടിയത്, ഈ കാറിലാണ് എപ്പോൾ കൊണ്ടു നടക്കുക. അങ്ങനെ ഇത് ചെയ്ത സമയത്ത് പിന്നെ അവിടെ വന്ന് താമസിച്ചു. 3-4 ദിവസം ഉണ്ടോ? ഉണ്ട്, ഞാനുണ്ട്. താമസിച്ചൊന്നുമില്ല, നല്ല രീതിയിൽ അവൻ അവിടെ വന്നിട്ടെല്ലാം നമ്മളെല്ലാ ഫെസിലിറ്റിയും യൂസ് ചെയ്ത്, പിന്നെ ഇൻക്ലൂഡിങ് ഒരു സ്വന്തം വീട് പോലെ തന്നെ നമ്മളെല്ലാ സൗകര്യവും അവന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വാഷ് ചെയ്യാനും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് അവൻ പിന്നീട് അവിടുന്ന് പോയി. അപ്പോൾ അതിൻ്റെയൊക്കെ ശേഷമാണ് പിന്നീട് അത് ഇഷ്യൂ ഗൗരവമായി വരുന്നത്. അപ്പോൾ ഗൗരവമായി ഞാൻ പിന്നീട് എനിക്ക് ഇത് ഞാൻ കൂടുതൽ എനിക്ക് ഈ സിനിമ ഈ സബ്ജക്റ്റ് ചെയ്യുന്നതിനോട് തീരെ ഇതുണ്ടായിരുന്നില്ല. ഇവർ ഈ നെഗറ്റീവ് സാധനം, മമ്മൂക്ക തന്നെ ഈ നെഗറ്റീവ് എന്തിനാണ് ചെയ്തതെന്നുള്ളത് അതൊക്കെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, നമ്മളതിൽ ചോദ്യം ചെയ്യുന്നില്ല. നമ്മളതിന് ആളുമല്ല. പക്ഷേ എൻ്റെ ഭാര്യ എന്ന് പറയുന്ന ഒരാൾ ആദ്യത്തെ ഒരു സിനിമ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ ആണെന്ന ഒരു സംഗതി ചെയ്യണം. ഇപ്പം ഇവിടെ കേരളത്തിൽ നടക്കുന്ന അത് തന്നെയാണല്ലോ. ഇവർ കുറച്ച് ആൾക്കാർ പല രീതിയിലുള്ള കേരളത്തിലേ അത് കാണാൻ പറ്റുള്ളൂ. ഇതിനിടയിലൊരു സംഗതി ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത്, മമ്മൂക്ക എൻ്റെ അടുത്ത് പിന്നെ 1-2 സ്റ്റുഡിയോ, അപ്പം ഈ കോവിഡ് തുടങ്ങിയിട്ടില്ല, ഈ നമ്മുടെ കുറച്ച് പാർട്ടുകൾ വിദേശത്ത് ചെയ്താൽ കൊള്ളാമെന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. കാരണം മമ്മൂക്കക്ക് അതുകൊണ്ട് 1-2 സ്റ്റുഡിയോ എൻ്റെ അടുത്ത് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊന്ന് UK വരെ പോകണം എന്നുള്ളത്. അപ്പം ആൾ അതൊക്കെ ക്യാപ്പബിളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചൈനയിലൊക്കെ ഉള്ള സമയത്ത് പിള്ളേരെയും കൂട്ടി ഹോങ്കോങ് വരെയൊക്കെ തനിച്ചൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് അവിടുന്ന് അങ്ങനെ നമ്മൾ ടൂർ പോകും കാര്യങ്ങൾ, അത് ട്രാവൽ ചെയ്യുന്നതിന് അതെല്ലാം വളരെ ധൈര്യം ഉള്ള ആൾ തന്നെയാണ്. പറഞ്ഞാൽ അങ്ങനെ ഒറ്റയ്ക്ക് ഇപ്പോൾ പോകാൻ പറ്റുമോ എന്താണ്, അല്ല അത് അവരൊക്കെ വിസയും കാര്യങ്ങളൊക്കെ അവർ എല്ലാം അവരുടെ പ്രൊഡക്ഷൻ ഹൗസ് തന്നെ എല്ലാം ചെയ്യുന്നുണ്ട് എന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണോ, ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. കുട്ടികളെ അപ്പോഴത്തേക്ക് ആരെങ്കിലും നമ്മൾ പേരൻസ് ആരെങ്കിലും അവരുടെ പേരൻസാണ് കൂടുതലും വരിക,
പേരൻസ് ആരെങ്കിലും വന്ന് നിൽക്കുക എന്നുള്ള രീതിയിൽ വന്ന് നിന്നിട്ട് അവർ UK പോയി. പക്ഷേ അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ പുറകിൽ ഇദ്ദേഹമാണ് എന്നുള്ളത്. ആര്? ഈ രാജേഷ് കൃഷ്ണ. അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, അപ്പോൾ രാജേഷ് കൃഷ്ണൻ വൈഫ് തമ്മിൽ കോൺടാക്ട് ഉണ്ടായിരുന്നോ? കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അത് ഈ ആൻഡ്രോയുടെ പ്രശ്നത്തോട് കൂടിയിട്ട് അവർ കോണ്ടാക്ട് ആയില്ലേ. നിങ്ങൾക്കുള്ള കോൺടാക്ട് പോലെ തന്നെ അവിടെയും കോണ്ടാക്ട് ഉണ്ട്. അവന് പിന്നെ ഫേസ്ബുക്ക് റിക്വസ്റ്റ് അയച്ചതൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നു. അതുവരെ അതായത് രാജേഷിൻ്റെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ ഇപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ഈ ഫേസ്ബുക്ക് റിക്വസ്റ്റ് ഒക്കെ എപ്പോഴും ആയത് എന്നുള്ളത് ഒരിക്കലും ഇനി മായ്ച്ചു കളയാൻ പറ്റില്ല. കാരണം അതൊക്കെ റെക്കോർഡിക്കലി ഉള്ള സംഗതിയാണ്. ഞാൻ പറഞ്ഞു അതിനെന്താ ഫ്രണ്ട്സ്, എനിക്കിപ്പോൾ അങ്ങനെ എത്രമാത്രം ജെൻസ് ആണുങ്ങൾ സുഹൃത്തുക്കളുണ്ട്, അപ്പോൾ എടുത്തോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുത്തു. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എന്നെ അറിയാതെ ഇവരൊരു പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്തിരുന്നു. അത് നിങ്ങളത് വെളിച്ചത്ത് കൊണ്ടുവന്നിട്ട് സാധനം അവിടെ നിന്നുപോയി. നിങ്ങൾ ഓർക്കുന്നുണ്ട് അത്? ഒരു മറ്റേ കടലാസ് കമ്പനി ഉണ്ടാക്കി എന്ന് പറഞ്ഞ് നിങ്ങളൊരു വാർത്ത ചെയ്തില്ലേ? ഒരു മറ്റേ കൊല്ലത്ത് ഒരു ഇംഗ്ലീഷുകാരനെ കൊണ്ടുവന്നിട്ട് ഒരു പേപ്പർ വേസ്റ്റ് കടൽ ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട്. അതാണ് സംഭവം. അത് ഞങ്ങളുടെ വാർത്ത ഞങ്ങളും അറിയുന്നത്. അന്നേരം ഞാൻ അറിയുന്നത്. അത് ശരി. അതിൽ വൈഫും ഉണ്ട്. അതിൽ വൈഫിനെ ഇവൻ കൺസൾട്ടൻ്റ് ആയിട്ട് ഇവന് അത്ര വലിയ, ഇവൻ ലണ്ടൻ UK ഒക്കെ ആണെങ്കിലും ഇംഗ്ലീഷൊന്നും അത്ര വലിയ, വൈഫ് ഇംഗ്ലീഷ് മീഡിയമൊക്കെ പഠിച്ചത് കൊണ്ട് വളരെ എന്നെക്കാട്ടിയും കൂടുതൽ ഇംഗ്ലീഷിലൊക്കെ കൂടുതൽ കൈകാര്യം ചെയ്യാൻ ഇത് ഉള്ള ആളാണ്. നന്നായിട്ട് ഇംഗ്ലീഷിൽ ലെറ്റർ ഡ്രാഫ്റ്റിങ്ങും കാര്യങ്ങളും സംസാരിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ ഫാമിലിയിൽ എല്ലാവരെക്കാട്ടിയും കൂടുതൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇവനെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇവളെ ഈ ഒരു കൺസൾട്ടൻ്റ് പോലെയായിട്ട് ഈ ഇംഗ്ലീഷുകാരൻ കൊണ്ടുവന്നിട്ട് ഈ മേഴ്സിക്കുട്ടി അമ്മൻ്റെ മീറ്റിങ്ങിലൊക്കെ ഇവളെയും കൂട്ടിപ്പോയിട്ടുണ്ട്. അതൊക്കെ പിന്നീടാണ് എനിക്ക് അതിൻ്റെ ഫോട്ടോഗ്രാഫ്സൊക്കെ കിട്ടിയത്. അപ്പോൾ ഇവൾ കൺസൾട്ടൻ്റ്. അപ്പോൾ ഈ ആവശ്യത്തിനാണ് ഇവർ UK പോയത്, ഇവൻ്റെ കമ്പനി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ. ആരും ഈ വിവരങ്ങളോട് പറഞ്ഞിട്ടില്ല. മാത്യു ബൗലോക്സ് എന്ന് പറഞ്ഞ ആളുടെ ഇതിന് വേണ്ടിയിട്ടാണ് പിന്നെ പോയത്. സ്വാഭാവികമായിട്ടും മാത്യു ബൗലോസിൻ്റെ കമ്പനിയിൽ നിന്ന് ഇൻവിറ്റേഷനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു രീതിയിൽ ഈ ഇൻവിറ്റേഷനൊന്നും നമ്മളങ്ങനെ ഒരു നെഗറ്റീവായിട്ട് കാണൂലല്ലോ. ആരതാ ഇൻവിറ്റേഷൻ വന്നത്, നമുക്കൊരു സംശയമില്ലാത്തടത്തോളം കാലം നമ്മളതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. വിസക്ക് ഇൻവിറ്റേഷനൊക്കെ വന്നൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനത് അത്രത്തോളം ചെയ്തില്ല. ഒരു മാത്യു ബൗലോക്സ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരൻ്റെ കമ്പനിയാണ്. അപ്പോൾ അതിനിടയിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ കുറച്ച് സിനിമയുടെ ബാക്ക് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കാശ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഒരു പ്രൊഡക്ഷൻ ഒരു റെഡിയാവുമല്ലേ. അപ്പോൾ ഞാനാണെങ്കിൽ ഈ ബാങ്കിൽ കിട്ടുന്ന കാശ് മൊത്തം ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഈ തവണകൾ അടച്ചുകൊണ്ടിരിക്കുക ഇവരെ ലോണ് കുറക്കാൻ വേണ്ടി. അപ്പോൾ എൻ്റെ ബുദ്ധിമുട്ട് അവർക്ക് അന്നേരം അറിയാം. നമ്മൾ അന്നേരം ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയത്ത് ആ സമയത്ത് ഇവൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ UK-ന്ന് ഈ മാത്യു ബൗലോക്സിൻ്റെ കമ്പനിയിൽ നിന്ന് ഇവരെ അക്കൗണ്ടിൽ അതൊക്കെ ഇപ്പോൾ കോടതി വിളിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ വക്കീൽ കോടതി വിളിപ്പിച്ചിട്ട് കോടതിയിൽ ആ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ എടുപ്പിച്ചു. ഈ പണ ട്രാൻസാക്ഷൻ പിന്നെ ഈ മാത്യു ബൗലോസിൻ്റെ കമ്പനിയിൽ നിന്ന് ഇവളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ നടത്തുക. UK-ന്ന് കാശ് വന്നു കഴിഞ്ഞാൽ പകുതി ഇവൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും, പാതി ഇവർക്കുള്ളത്. മനസ്സിലായില്ലേ? ഇതൊക്കെ പിന്നീടാണ് മനസ്സിലായത് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നടന്നതെന്നുള്ളത്. അപ്പോൾ ഈ UK ട്രിപ്പ് എന്ന് പറഞ്ഞാൽ, പക്ഷേ എനിക്ക് അവിടെ പോയിട്ട് സ്റ്റുഡിയോൻ്റെ മുമ്പിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ താമസം രാജേഷ് കൃഷ്ണയുടെ വീട്ടിലായിരുന്നു, ഫ്ലാറ്റിലായിരുന്നു. യാതൊരു ഇതുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജേഷ് കൃഷ്ണയുടെ വൈഫുണ്ട് അവിടെ, അവരും അവിടെ തന്നെയാണ് താമസിക്കുന്നത്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരും. അവർ ഈവനിങ്ങിൽ പുറത്ത് പോകുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു ഇതും കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ഒരു ആവശ്യവും വന്നിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുടുംബമായിട്ട് താമസിക്കുന്ന ഒരു വീട്ടിലല്ലേ ഉള്ളത്. അവിടുന്ന് അങ്ങനെ അത് കഴിഞ്ഞ് വന്ന് അത് അവരുടെ ട്രിപ്പ് ശരിക്കും ഏപ്രിൽ വരെ ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് ലോങ് ഇതിന് പോയതാണ്. പക്ഷേ അപ്പോഴാണ് ലോക്ക്ഡൗണിൻ്റെ സിഗ്നലുകൾ വന്നപ്പം ഇവർ കട്ട് ഷോട്ട് ചെയ്തിട്ട് നേരത്തെ ഇങ്ങോട്ട് പോകുന്നു. ആദ്യം അവൻ പോന്നു, രാജേഷ് ആദ്യം ഇങ്ങോട്ട് പോകുന്നു, പുറകിൽ ഇവരും വന്നിട്ട് ഇവിടെ ക്വാറന്റൈനായി. അന്നൊക്കെ ക്വാറന്റൈനായി നമ്മുടെ കൊച്ചി ഫ്ലാറ്റിൽ. രാജേഷ് വേറെ എവിടെയോ ക്വാറന്റൈനായി, തിരുവല്ലയിൽ പോയിട്ട് ഒരു ഫ്ലാറ്റിൽ ക്വാറന്റൈൻ ആയിട്ട് അത് ഒരു വലിയ ഇഷ്യൂ ആയിട്ടുണ്ട്. അത് വേറെ അവിടെയുള്ള UK-ലുള്ള ഒരാളുടെ ഫ്ലാറ്റ് അവർ അറിയാതെ തുറന്നു കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഇവർ ഇപ്പം വന്നിട്ട് എവിടെയും റിപ്പോർട്ട് ചെയ്തില്ല. എന്നൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നല്ലോ. അങ്ങനെ അത് അസോസിയേഷൻകാർ കണ്ടുപിടിച്ച് അവർ റിപ്പോർട്ട് ചെയ്തിട്ട് ആംബുലൻസ് വന്ന് ഇവനെ കൊണ്ടുപോയി അവിടുന്ന്. അങ്ങനെ ഒരു കഥ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് പിന്നീടാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ ഫുൾ സ്ക്രിപ്റ്റൊക്കെ റെഡിയാവുന്നത്. നമ്മുടെ ഈ പുഴുവിൻ്റെ റെഡിയായപ്പോഴാണ് മറ്റേ ബിസിനസ് പൊളിഞ്ഞു പോയി. നമ്മളത് ചെയ്തോടുകൂടി അതോടുകൂടെ അത് നിർത്തി. അതിൽ കുറച്ച് പൈസ ഇവനക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് പിന്നീട് അവനെ പിന്നെ അങ്ങോട്ട്
ടേക്കപ്പ് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങളെ വാർത്തയോട് കൂടിയിട്ട് അത് സ്റ്റോപ്പായി. അപ്പോഴാണ് പിന്നെ ഈ പുതിയ എന്തെങ്കിലും അവനക്കിങ്ങനെ ഈ സെക്യൂരിറ്റി കമ്പനി ഒരു വകയിലുണ്ട്, അപ്പോൾ അത് ഇങ്ങനെ പോകുന്നുണ്ട്, അപ്പോൾ അവനക്കറിയാതെ ഏതെങ്കിലും സമയത്ത് ഇത് ചെയ്യുന്നുള്ള അന്നേരമാണ് അപ്പം ഞാൻ അതിനിടയിൽ ഷ്യാമിൻ്റെ അടുത്ത് ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് ആൻ്റോണി ഈ ഇത്ര പെട്ടെന്ന് ഇത് ചെയ്യാൻ കഴിഞ്ഞത്? അപ്പോൾ പറഞ്ഞു, രാജേഷ് ഇവിടെ ഒരുവിധം സിനിമ ആൾക്കാർക്കൊക്കെ ഫണ്ട് ചെയ്യുന്ന ആളാണ് UK നിന്ന്, അപ്പോൾ അതുകൊണ്ട് അവർ തമ്മിൽ പിണങ്ങില്ല, എന്തുണ്ടെങ്കിൽ അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നില്ല. അപ്പോൾ രാജേഷ് നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന അവരെ ഇൻവെസ്റ്റേഴ്സിനെ അവരെ ഫണ്ടേഴ്സിനെ അവരൊരിക്കലും ഫ്രണ്ട് റണ്ണിൽ കൊണ്ടുവരില്ല. അപ്പം ആരായാലും പ്രൊഡ്യൂസർ എന്നുള്ള ഒരു ബ്രാൻഡാണ്, അവരാരെടുത്ത കാശ് വാങ്ങുന്നതെന്നുള്ള മറ്റാൾക്കാർക്ക് അറിയില്ല, അവരൊരിക്കലും മുമ്പിൽ വരാനില്ല. അപ്പോൾ ഈ പിന്നെ എൻ്റെ ഇവരെ കിട്ടിയ സമയത്ത് ഇവനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഫ്രണ്ട് റണ്ണിൽ വരിക എന്നുള്ളത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇവനിക്ക് ഈ ചെയ്ത സപ്പോർട്ടൊക്കെ ചെയ്ത് വെച്ചും കൊണ്ട് ഇവന് ഈ ഉയരേൻ്റെ സെറ്റിലൊക്കെ കയറി കറങ്ങി ഒരു ബേസിക് കോൺടാക്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് റത്തീനാൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തു. എനിക്ക് എന്തെങ്കിലും ഒരു റോള് വേണം, ഫിനാൻഷ്യലി ഇൻവോൾവ്മെൻ്റ് ഉള്ള റോൾ എന്ന് പറഞ്ഞു. അത് എനിക്ക് ഡിസൈഡ് ചെയ്യേണ്ടല്ലോ, മമ്മൂക്കല്ലേ ഡിസൈഡ് ചെയ്യേണ്ടത്, പുള്ളിൻ്റെ സിനിമയാണല്ലോ. അത് പറഞ്ഞപ്പോൾ അത് നീ ചോദിക്കൂ, ഞാൻ നിനക്ക് ഇത്ര ഹെൽപ്പ് ചെയ്ത് തന്നില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ മമ്മൂക്കാൻ്റെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ മമ്മൂക്ക പറഞ്ഞു, പ്രൊഡ്യൂസറെ പെർമിഷൻ ഉണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് ആരും വന്നോട്ടെ എന്ന് പറഞ്ഞു. പ്രൊഡ്യൂസർ ആരായിരുന്നു? പ്രൊഡ്യൂസർ വന്നിട്ട് ഒരു അർജുൻ രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു പയ്യനായിരുന്നു. പുള്ളി എന്തോ ഉജാല കണക്റ്റഡ് ഫാമിലിയാണ്. പുള്ളി ആദ്യമായിട്ട് ഈ ശരിക്ക് പിന്നെ ഈ റത്തീൻ എഴുതിയ സ്ക്രിപ്റ്റിന് വേറെ പ്രൊഡ്യൂസറായിരുന്നു. സബ്ജക്റ്റ് മാറിയപ്പോൾ അവർ പിന്മാറി, അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു ഈ സബ്ജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരും ഒരു ലേഡി ആയിരുന്നു. ഓക്കെ, അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവർ പിന്മാറിയപ്പം പ്രൊഡ്യൂസറെ തപ്പാൻ ഇറങ്ങിയപ്പം ഈ ജോർജിൻ്റെ, മമ്മൂട്ടിയുടെ മാനേജർ ജോർജിൻ്റെ മോർണിംഗ് ക്രിക്കറ്റ് മേറ്റും വാക്കിംഗ് മേറ്റുമാണ് ഈ അർജുൻ പയ്യൻ. ഈ അർജുനെ അവർ പരിചയപ്പെട്ടിട്ട് അർജുന് പ്രൊഡ്യൂസറാവും. അവന് സിനിമ ഭ്രാന്തായിട്ട് നടക്കുകയായിരുന്നു. അവന് പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ തുടങ്ങി. അപ്പോൾ അവനക്ക് കിട്ടിയ ഒരു ലോട്ടറി ആയിരുന്നു ഫസ്റ്റ് സിനിമ മമ്മൂട്ടിൻ്റെ ചെയ്യാന്നുള്ളത്. അപ്പോൾ അവനക്ക് ബാക്ക് സപ്പോർട്ടും ഉണ്ട് അവൻ്റെ ഫാമിലി. അവൻ്റെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ അവൻ നോ പറഞ്ഞു. അവിടെയാണ് ശരിക്ക് ഒരു കാര്യമായ ഇഷ്യൂ നടക്കുന്നത്. നോ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്ന് സപ്പോർട്ടുണ്ട്, അപ്പോൾ എനിക്ക് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് ഈ പടത്തിൽ ഒരാൾ എടുക്കാൻ പറ്റില്ല. വേറെ എന്ത് റോൾ വേണമെങ്കിലും പ്രൊഡക്ഷൻ കൺട്രോളറോ അങ്ങനെ എന്ത് വേണമെങ്കിലും വെച്ച് പറഞ്ഞോളൂ. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. എല്ലാത്ത എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറുകൾ വളരെ ദുർലഭമാണ്. ഇപ്പം ഉയരയിൽ റത്തീന ചെയ്തത് അതാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല. അത് അവർ സമ്മതിച്ചും കൊണ്ടാണ്. അവർക്ക് അങ്ങനത്തെ ഒരാൾ വേണം, അവർ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടെന്ന് പറഞ്ഞു. നമ്മളുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ അന്ന് പണവും ഇല്ല. ഓക്കെ, ഇതിൽ അങ്ങനെയല്ല, ഇവനക്ക് ഇൻവെസ്റ്റാണ് വേണ്ടത്. ഇൻവെസ്റ്റ് വന്നാൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടേ പ്രൊഡ്യൂസർ ആവാൻ പറ്റുള്ളൂ. അർജുൻ നോ പറഞ്ഞപ്പം ഇവൻ അവിടുന്ന് പ്രൊഡ്യൂസർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള വൃത്തികേടായ കളികളെല്ലാം കളിച്ചിട്ട് അവനെ കൊണ്ടുപോയിട്ട് എന്തൊക്കെയോ ട്രാപ്പിലൊക്കെ പെടുത്തി അവനെ അവിടുന്ന് പ്രൊഡ്യൂസർ സ്ഥാനത്ത് നിന്ന് മാറ്റി. പെണ്ണ് കേസിൽപ്പെടുത്തി. അവർ കേസ് പേർത്തി. അവൻ്റെ എൻഗേജ്മെൻറ്റ് എന്തോ കഴിഞ്ഞ സമയമാണ്. അവൻ്റെ ഭാര്യ അറിഞ്ഞു, അത് മമ്മൂട്ടി എല്ലാം മുടങ്ങി, വീണ്ടും സ്റ്റോപ്പായി. അങ്ങനെ വീണ്ടും പ്രൊഡ്യൂസറെ തേടി ഇറങ്ങുമ്പോൾ ഇവൻ പ്രൊഡ്യൂസറായില്ല. ഇവൻ എന്ത് ചെയ്തു, ഇവരെ റത്തീനാനെ ഉപയോഗിച്ചും കൊണ്ട് പിന്നെ ജോർജിനെ സ്വാധീനിച്ച് പിന്നെ ജോർജിനെ പ്രൊഡ്യൂസറാക്കിയിട്ട് വെച്ചു. അപ്പോൾ ജോർജ് പറഞ്ഞു, എൻ്റെ അടുത്ത് 5 പൈസ ഇല്ല, കാരണം ഞാൻ ഓൾറെഡി 2 സിനിമ ചെയ്തിട്ട് കുറച്ച് പ്രയാസത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ കാശില്ല. അപ്പോൾ മമ്മൂക്കാക്കും ആ അവസ്ഥ അറിയാം. ഞാൻ പോയിട്ട് പ്രൊഡ്യൂസറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക സമ്മതിക്കില്ല. അല്ല, അത് കാശിന് നിങ്ങൾക്ക് തരാൻ പറ്റുവാണെങ്കിലോ, കാശ് നിങ്ങൾ അക്കൗണ്ടിൽ ഉണ്ടായിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി എന്നുള്ള സപ്പോർട്ട് ഇവൻ കൊടുത്തു. അങ്ങനെ കൊടുത്ത സമയത്ത് അപ്പോൾ ആരായാലും ഉണ്ടാവില്ല മനസ്സിൻ്റെ ഉള്ളിലൊരു ആഗ്രഹം. ശരി, ഓക്കെ. അപ്പോൾ മമ്മൂക്കാൻ്റെ അടുത്ത് പോയിട്ട് ജോർജ് പറഞ്ഞു, ജോർജ് എൻ്റെ അടുത്ത് കാശുണ്ടോ? പിന്നെ അപ്പോൾ പറഞ്ഞില്ല, എനിക്ക് ഇൻവെസ്റ്റർ ഉണ്ട് എന്ന് പറഞ്ഞു. ഇൻവെസ്റ്റർ ഉണ്ടെങ്കിൽ ഇനി ഒരു കാര്യം ചെയ്യും, ആദ്യം ഒരു ബേസിക് എമൗണ്ട് അക്കൗണ്ടിൽ കാണിക്കി, ചിലവായ മറ്റവനക്ക് അവൻ്റെ കാശ് കൊടുത്ത് NOC വാങ്ങിച്ചിട്ട് പോവാ, നമുക്ക് അനൗൺസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഇവൻ പൈസ എനിക്ക് ട്രാൻസ്ഫർ ചെയ്തു ജോർജിൻ്റെ അക്കൗണ്ടിലേക്ക്, പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക്. രാജേഷ് അർജുനെ ഇംഗ്ലണ്ടിൽ നിന്നായിരിക്കും, ഇല്ല അവിടുന്ന് തന്നെ, അവിടുന്ന് ഇവിടെ വന്നിട്ടോ എങ്ങനെയാണെന്നറിയില്ല. അങ്ങനെ കൊടുത്തു. അത് പിന്നെ അർജുന് കൊടുക്കാനുള്ളത് കൊടുക്കുന്നു, ക്ലിയർ ചെയ്യുന്നു, NOC വാങ്ങുന്നു, പടം വീണ്ടും ജോർജിൻ്റെ പേരിൽ അനൗൺസ് ചെയ്യുന്നു. രാജേഷ് കൃഷ്ണ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. ഇത് കണ്ടപ്പം അപ്പോഴത്തേക്ക് നമ്മളെ ചെറിയ ഇഷ്യൂസ് നിങ്ങൾ ഫാമിലി തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടപ്പോഴാണ് ഞാൻ മമ്മൂക്കയായിട്ടുള്ള എൻ്റെ സംസാര ശൈലി മാറുന്നത്.
അതുവരെ വളരെ ബഹുമാനത്തോട് കൂടിയിട്ട് ഞാൻ ഫോണിൽ സംസാരിക്കാറില്ല. 2016 മുതൽ മമ്മൂക്കയായിട്ടുള്ള വാട്സപ്പ് ചാറ്റ് ഹിസ്റ്ററി എൻ്റെ വാട്സപ്പിലുണ്ട്. വാട്സപ്പിൽ മാത്രമാണ് 1 to 1 ആയിട്ട് ഡിസ്കസ് ചെയ്തത്. 16 മുതലുള്ള ഹിസ്റ്ററി എൻ്റെ കയ്യിലുണ്ട്. അവിടെ ഒന്നുമില്ല, പ്രത്യേകിച്ച് പുള്ളിയുടെ സിനിമൻ്റെ റിവ്യൂസ് കാര്യങ്ങൾ, അല്ലെങ്കിലും എന്തെങ്കിലും അപ്ഡേറ്റുകൾ, പിന്നെ വിഷസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഈ സമയത്താണ് ഞാൻ ഇതിലേക്ക് കടക്കുന്നത്. അപ്പം ഞാൻ മമ്മൂക്കാക്ക് അയച്ചു, ഇങ്ങനെ ഒരാൾ ഇപ്പം ഇവനെ പറ്റി നല്ല വാർത്തകളല്ല കേട്ട് തുടങ്ങുന്ന പല പ്രശ്നങ്ങളുണ്ട് മമ്മൂക്ക. ഇവന് ഇപ്പം എൻ്റെ വൈഫിൻ്റെ ആദ്യത്തെ സിനിമ. അല്ല, നിങ്ങളപ്പോൾ അവൻ്റെ പാർട്ണറാന്ന് ഓർക്കണം. പാർട്ട്ണറുണ്ട്, അപ്പോൾ എനിക്കും പ്രശ്നമുണ്ട്, പാർട്ട്ണറാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പുള്ളിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പാർട്ട്ണറാണ്. എന്താ പ്രശ്നം ഉണ്ടായേ? പാർട്ണറായിരിക്കുമ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായേ? ഞാൻ ഇവിടെ സ്കൂട്ടണി ചെയ്യാൻ തുടങ്ങിയല്ലോ, ഈ സ്ക്രിപ്റ്റും കാര്യങ്ങളും. ഇവിടെ അത് മെസ്സേജ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവനെ പാസ് ചെയ്യും. അപ്പോൾ ഇവൻ്റെ അപ്പോഴത്തേക്ക് ഇവനക്ക് രജിയുടെ മുകളിൽ ഒരാൾ, ഇവിടെ കൊച്ചി ഓഫീസിൽ ഒരാൾ വന്നു, MD ആയിട്ട്. MD അല്ല, വേറൊരു ഹെഡായിട്ട്, ജയാനന്ദ് എന്ന് പറയുന്ന ഒരാൾ. പുള്ളി ഐഡിയയുടെ ഇവിടുത്തെ ബിസിനസ് ഹെഡൊക്കെ ആയിട്ടുണ്ടായ ആളാണ്. അയാളിപ്പം കഴിഞ്ഞ ആഴ്ച റിസൈൻ ചെയ്ത് പോയി, അയാൾക്കും പണി കിട്ടി, അയാൾ പോയി. അയാൾ മുഖേന എനിക്ക് മെയിൽസുകൾ വരാൻ തുടങ്ങി, ഭീഷണി സ്വരത്തിലുള്ള മെയിൽ. അതായത് റജി പോയോ? ഇല്ല, റജി പോയിട്ടില്ല. ഭീഷണി സ്വരത്തിലുള്ള മെയിൽ, അതായത് പിന്നെ നീ പെർഫോമൻസ് ഇല്ല, നമ്മൾ ഇത്ര പൈസ അടച്ച. അതായത് ഇയാൾ റത്തീനുമായിട്ടുള്ള ബന്ധം ശക്തമാവുകയും സിനിമയിൽ ഇടപെടുകയും ചെയ്തപ്പോൾ നിങ്ങളവിടെ താല്പര്യം പോയി. അപ്പോൾ അത് താല്പര്യം എൻ്റെ അടുത്ത് കുറഞ്ഞു വന്നു. കുറയാൻ കാരണം ഞാൻ അവിടെ ആ സബ്ജക്റ്റിൽ ഇങ്ങനെ ഇടപെടുന്നുണ്ടല്ലോ, അത് പറ്റൂല, എനിക്ക് പ്രശ്നമുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് റിയാക്ഷനായിട്ട് ഇപ്പുറത്ത് വന്നു തുടങ്ങി. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മറ്റേ ബിസിനസ് ഓൾറെഡി പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഗ്രോയിങ് ബിസിനസ് നിന്ന് ഞാൻ എന്തായാലും ബാക്ക് അടിക്കില്ല. അപ്പോൾ അത് എനിക്കൊരു നിലനിൽപ്പിൻ്റെ പ്രശ്നമായിരുന്നു. അത് എന്താ ഭീഷണി, എങ്ങനെയാണ് പറയുന്നത്? ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുമ്പാണ് എനിക്ക് എൻ്റെ 40 ലക്ഷം രൂപ ടേൺ ഓവർ എത്തിയതിന് പകരം എനിക്കൊരു ഇൻക്രിമെൻ്റ് ലെറ്ററും എൻ്റെ മറ്റേ അപ്രിസിയേഷൻ ലെറ്ററും കാര്യങ്ങളും ഒക്കെ ഒരു ലെറ്റർ അയച്ച ജയാനന്ദ് തന്നെ 3-ാം നാൾ വിളിച്ചിട്ട് പറയുകയാണ് പെർഫോമൻസ് പോരാണ്. ഞാൻ പറയും, മെനഞ്ഞാന്നല്ല നിങ്ങൾ എനിക്ക് ഇതൊക്കെ അയച്ചെന്നത്. അല്ലല്ല, അത് നിങ്ങൾക്കറിയാലോ, രാജേഷ് പറയുന്ന പോലെയല്ല നമുക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. പുള്ളി ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആളാണ്, രാജേഷ് പറയുന്ന പോലെ എല്ലാം ചെയ്യാൻ പറ്റും. അപ്പം അപ്പം എനിക്ക് തോന്നി ഇത് സംഗതി വേറെയാണ് എന്നുള്ളത്. അപ്പോൾ അത് വല്ലാതെ പ്രഷർ തുടങ്ങിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു മെയിൽ അങ്ങോട്ടിട്ട് UK-കാർക്കൊക്കെ CC വെച്ചും കൊണ്ടൊരു മെയിൽ അയച്ചു. ടെറിക്കും മറ്റേ അവിടുത്തെ മാക്ക് സിയോനും ഡയറക്ടേഴ്സിനൊക്കെ. അവരൊക്കെ കയറി വാട്ട് ഹാപ്പൻ ടു ഷർഷാദ് എന്നൊക്കെ ചോദിച്ചിട്ട് അവർ മെയിൽ വന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് നിർത്താൻ പോവാണ്, എനിക്ക് പീസ്ഫുള്ളായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല, രാജേഷായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം മറ്റ് പല ഇഷ്യൂസും കാര്യങ്ങൾ ഇതിനകത്തേക്ക് കയറി വരികയാണ്, അതുകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് മെയിൽ കൊടുത്തപ്പോൾ ആകെ കൂടെ വശലായി. ആ വശലായ സമയത്ത് എന്ത് ചെയ്തു, ഇവൻ ജയാനന്ദനെ കൊണ്ട് പറഞ്ഞിട്ട് ജയാനന്ദൻ്റെ ഒരു ദിവസം രാത്രി 11 മണിക്ക് എൻ്റെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു മെയിൽ, പിന്നെ കംപ്ലീറ്റ് ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തുനിന്ന് ഓഫീസും കാര്യങ്ങളൊക്കെ. അത് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മറ്റേ ഓഫീസായിരുന്നില്ല അത്, ഇതിന് വേറെ ഓഫീസ് എടുത്തത്. ആദ്യം ഒരേ ഓഫീസ് എടുക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. എൻ്റെ മറ്റേ ഓഫീസല്ല, ഇത് തനിച്ചൊരു ഓഫീസായിരുന്നു. നമ്മളെ വിജയകുമാർ സാറിൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നു ഞാൻ എടുത്തത്, 7 ആർട്സിൻ്റെ. ഞാൻ അത് അങ്ങോട്ട് പോയില്ല. പിന്നെ അതോടുകൂടെ അത് റിസൈൻ ചെയ്തു. അപ്പം ഇംഗ്ലണ്ട് റിസൈൻ ചെയ്തു. അപ്പോൾ അതുവരെ എനിക്ക് കിട്ടേണ്ട കാശ് ഇപ്പോഴും ഉണ്ട്, 3-3.5 ലക്ഷം രൂപ ഒന്നും തന്നില്ല. ഓക്കെ, നമ്മളെ പ്രോഫിറ്റ് കാരണം മറ്റേ കേരള കമ്പനി ഈ ബ്രാഞ്ച് ഏറ്റെടുത്തു. കേരള കമ്പനിയല്ല, എൻ്റെ സബോർഡിനേറ്റ്സിനെ അവരെ ഏൽപ്പിച്ച്. ഇയാളോട് പ്രശ്നമുള്ളപ്പോൾ ഭാര്യയായിട്ട് അവിടെയാണ് പ്രശ്നം വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഞാൻ ഈ റെസിഗ്നേഷൻ അയച്ച് കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിലാണ് പിന്നെ എനിക്ക് ഏകദേശം ഒരു 2-2.5 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അപ്രതീക്ഷിതമായിട്ട്, അപ്പോൾ അതിൻ്റെ മുമ്പ് മമ്മൂക്കക്ക് ഞാൻ മെസ്സേജ് ചെയ്തല്ലോ, ഞാനത് പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരുത്തൻ കയറിയിട്ടുണ്ട്, ഇവൻ പ്രൊഡ്യൂസറായത് എങ്ങനെയാണെന്ന് അറിയില്ല മമ്മൂക്ക, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, അവനെ ശ്രദ്ധിക്കണം, ഓൾറെഡി ഇങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പറഞ്ഞപ്പോൾ നമുക്ക് പറഞ്ഞു, പുഴുവിൻ്റെ പ്രൊഡ്യൂസർ ജോർജ് ആണല്ലോ പിന്നെ എന്ന് പറഞ്ഞിട്ട് മറുപടി അയച്ചു. എല്ലാം ടൈപ്പാണ്, മെസ്സേജാണ്, ടൈപ്പ് ചെയ്ത് അയക്കുന്നതാണ് മലയാളത്തിൽ. പിന്നെ ഞാൻ അപ്പം എന്ത് ചെയ്തു, പടം അനൗൺസ് ചെയ്ത അനൗൺസ് ചെയ്ത പോസ്റ്റർ ഉണ്ട് ഇവരുടെ പേജിൽ പുഴുവിൻ്റെ, അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു കൊടുത്തു. ഞാൻ അന്വേഷിക്കാം എന്ന് പറഞ്ഞ് മറുപടി വന്നു. ആ അന്വേഷിക്കൽ തന്നെ ഇന്നും. അപ്പോൾ അതിൽ പുള്ളിക്ക് ഇതിനകത്ത് എന്തെല്ലാം മാത്രം ഇൻവോൾവ്മെൻ്റ് ഉള്ളതെന്നുള്ളത് അറിയില്ല. അവിടുന്ന് ആളങ്ങോട്ട് കംപ്ലീറ്റ് എൻ്റെ അടുത്ത് പിന്നെ അതുവരെ ഉണ്ടായിരുന്ന ആളായിരുന്നില്ല മമ്മൂക്ക. പിന്നെ വളരെ അവർക്ക്, അതായത് മമ്മൂക്കാനെ പറ്റി ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരുപാട് കുടുംബ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സിനിമ ഇൻഡസ്ട്രീൻ്റെ അകത്തും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചൊരു വ്യക്തി ഈ ഒരു കേസിൽ എന്നെ ഒന്ന് വിളിച്ച് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇത്രമാത്രം പുള്ളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു ഫാമിലിനെ ഷിഫ്റ്റ് ചെയ്ത് കൊടുത്ത ഞാൻ പുള്ളിൻ്റെ സിനിമ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ഫാമിലി എൻ്റെ വൈഫിനെ ഞാൻ കൊച്ചിയിലേക്ക് മാറ്റിക്കൊടുത്ത എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ പുള്ളി എന്നെ കംപ്ലീറ്റ് അങ്ങോട്ട് അവോയ്ഡ് ചെയ്തതെന്ന് മാത്രമല്ല ഞാൻ അവിടുന്ന് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ മനസ്സിൽ പ്രയാസം ഉണ്ടായ ഒരു കാര്യം ഞാൻ പറയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കടവന്ത്ര പോലീസ് SI കോൾ ചെയ്യുന്നു. എന്നോട് പറഞ്ഞു നിങ്ങൾക്കെതിരെ ഒരു കോടതി ഡൊമസ്റ്റിക് വയലേഷൻ ഒരു കോടതി ഓർഡർ വന്നിട്ടുണ്ട്, കോപ്പി നിങ്ങൾക്ക് എത്താൻ നിങ്ങൾ ചെന്നൈയിലായത് കാരണം 2-3 ദിവസം എടുക്കും, അത് ഞാൻ വിളിച്ചറിയിക്കേണ്ട ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത്. വെച്ചാൽ എന്താ നിങ്ങൾ ഈ നമ്പർ വാട്സപ്പ് നമ്പറാണോ? അതെ, ഞാൻ കോപ്പി വാട്സപ്പിലിടാം, വായിച്ചു നോക്കുമെന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ സിനിമേൻ്റെ പ്രശ്നം ഇതായി ഞാൻ അവിടെ UK ലേക്കൊക്കെ മെയിൽ വായിച്ചല്ലോ, ഇവർ കൊണ്ടുപോയിട്ട് ഡൊമസ്റ്റിക് വയലേഷന് വൈഫ് കൊണ്ടുപോയി ഇട്ടു. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഇന്നത്തെ കാലത്ത് മിസ്യൂസ് ചെയ്യുന്ന, ഞാൻ എല്ലാ സ്ത്രീകളെല്ലാം പറയുന്നത്, സ്ത്രീകൾ മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു നിയമമാണത്. നിങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ടോ? എവിടെ നമ്മൾ അതിൽ വളരെ സന്തോഷകരമായിട്ട് ജീവിച്ച നമ്മൾ ആ കേസിപ്പം ഒരു എവിഡൻസിന് വെച്ച് അല്ല, രാജേഷിനെ ചൊല്ലി തർക്കമൊന്നും ഉണ്ടായിട്ടില്ല? ഒന്നുമില്ല. അതായത് രാജേഷിൻ്റെ അടുത്ത് നമുക്കൊരു കാര്യങ്ങൾ അങ്ങനെ ഇത് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ഒന്നും അങ്ങനെ മുഖത്ത് നോക്കി പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇൻഫ്ലുവൻസ്ഡ് ആണ് എന്ന് മനസ്സിലായി. ഇൻഫ്ലുവൻസ്ഡ് ആണെന്നുള്ള ഒരു മനുഷ്യൻ്റെ ചേഞ്ചസിൽ നമുക്ക് മനസ്സിലാവും. അത് പ്രത്യേകിച്ച് കൂടെയുള്ള ഒരാൾ അങ്ങനെ മാറുന്ന സമയത്ത്. പക്ഷെ അത് നമ്മൾ ഞാൻ അപ്പോഴത്തേക്കിന് എൻ്റെ 1-2 സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചപ്പം വളരെ ടാക്കിൾ ചെയ്ത് എന്താ പറയുക, അതിനൊരു വേർഡ് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ അഡ്വൈസ് കിട്ടിയതുകൊണ്ട് ഞാൻ എടുത്ത് ചാടി ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് എനിക്ക് ഈ സംഗതി, ഈ പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ആ പേപ്പർ ഇപ്പം 4-5 എവിഡൻസിന് വെച്ചിട്ട് പോലും ഒരു എവിഡൻസും ആ പെറ്റീഷനിൽ ഇത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ അത് കേസ് ഓൾമോസ്റ്റ് തള്ളാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ക്ലാസ്. അപ്പം നിങ്ങൾ വീട്ടിൽ പൊക്കോണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങൾ അവരോട് ചോദിച്ചില്ല എന്താണ് ചെയ്തതെന്ന് ചോദിച്ചില്ലേ? ഇത് വരുന്നതോട് കൂടിയിട്ട് ഫോൺ ബ്ലോക്കും ഫേസ്ബുക്കും എല്ലാം കംപ്ലീറ്റ് എല്ലാം സൈമൾട്ടേനിയസ്ലി ബ്ലോക്ക് എല്ലാം ബ്ലോക്ക്. പോയില്ല, വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. പിന്നെ കോടതി അലക്ഷ്യാവില്ലേ? കോടതി പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതായത് വീട്ടിൽ പോകരുതെന്ന് പറഞ്ഞു. കോടതി പറയുന്നത് അവർ താമസിക്കുന്നിടത്തോ അവരുടെ ജോലി സ്ഥലത്തോ, പിന്നെ ഇൻ്റർവ്യൂ ഓർഡറാണ്, അവർ ജോലി സ്ഥലത്തോ അവർ താമസിക്കുന്ന സ്ഥലത്തോ കാര്യങ്ങളോ ഒന്നും പോകാൻ പാടില്ല. അതുവരെ ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾക്ക് വിഷമമുണ്ട് അവർ മാറുന്നതിൽ, അത്രേ ഉള്ളൂ. മാറുന്നതിൽ വിഷമേ ഉള്ളൂ. അപ്പം പിന്നെ മക്കളെ പോലും കാണാൻ പറ്റാതായി. അല്ല, മക്കളെ പിന്നെ പുറത്തുനിന്ന് ഞാൻ കാണലുണ്ടായിരുന്നു. അങ്ങനെ ഇതായി. അപ്പോഴാണ് ഇവർ കംപ്ലീറ്റ് എനിക്ക് കൈവിട്ട് പോയി എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എത്രമാത്രം, അപ്പോൾ അതിനെതിരെയാണ് ഞാൻ ഈ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ ഈ തുണ പോർട്ടൽ മുഖേന ഒരു പരാതി കൊടുക്കുന്നത്. ഇങ്ങനെ എൻ്റെ വൈഫിനെയും ഇതിൽ താമസിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നീട് എനിക്ക് 1-2 ഇൻഫർമേഷൻ കിട്ടിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവന് കുറച്ച് സാമ്പത്തിക ഇടപാടുകൾ ഇവളുടെ അക്കൗണ്ട് മുഖേനയൊക്കെ നടത്തിയിട്ട് അതായത് ഇവർക്ക് 2 ഭാഗവും നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഇവർ വന്ന്, അതായത് ഞാൻ ഈ സ്ക്രിപ്റ്റിനെ അഗൈൻസ്റ്റ് പ്രഷർ ചെയ്യുന്നു, ആ ഭാഗത്ത് ഇവന്. അപ്പോൾ എന്തായാലും കുടുംബത്തിൻ്റെ കൂടെയാണല്ലോ നിൽക്കേണ്ടത്, കുടുംബവും കുട്ടികളാണല്ലോ വലുത്. ആ ഒരു ചായ്വ് വരുമ്പം ഇവൻ എന്ത് ചെയ്യുന്നത്, അത് ഇവരുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടുള്ള ഒരു കൊച്ചുണ്ടായിരുന്നു. അവരിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയൊക്കെ തുടങ്ങി നല്ല ലെവലിലായിപ്പോയി. അവരെനിക്ക് 1-2 ഇൻഫർമേഷൻ പറഞ്ഞു തന്നിരുന്നു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇങ്ങനെ കുറച്ച് വാക്കുവാദങ്ങൾ ഇവർ തമ്മിൽ നടന്നിട്ടുണ്ട് ഓഫീസിൽ വെച്ചിട്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ അങ്ങനെ ഇത് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പുറത്തു വിടുമെന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അവർക്ക് അത് കൂടുതൽ അതിലേക്ക് കൂടെ നിൽക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് അങ്ങനെ ആയിപ്പോയതാണ്. അല്ലാതെ പിന്നെ ചേച്ചി എക്സാക്ട്ലി ട്രാപ്ഡ് ആണ് എന്നുള്ള രീതിയിലാണ്, ട്രാപ്പ് ചെയ്യപ്പെട്ടതാണ് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ, അവരുടെ അടുത്തുനിന്ന് കിട്ടിയ ഇൻഫർമേഷൻ. മനസ്സിലായില്ല? ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ അപ്പോൾ വീട്ടിൽ പോകാൻ വയ്യാതായി? വീട്ടിൽ പോകാൻ വയ്യാതായി. സിനിമ ഇറങ്ങി? അതെ. ഇല്ല, സിനിമ പിന്നെ പ്രൊഡക്ഷൻ കഴിഞ്ഞു. ഇവർ കംപ്ലീറ്റ് ഇവർ തന്നെയായിരുന്നു, ഇവരെ കൺട്രോളിൽ കാര്യങ്ങളൊക്കെ വളരെ. നിങ്ങൾ ചെന്നൈയിലായി? ഞാൻ ചെന്നൈയിലായി. ഞാൻ വരുന്ന കുട്ടികളെ ബിസിനസ് വിട്ടു, അവിടെ നിന്ന് രാജിവെച്ചു? അവർ രാജിവെച്ചു. പിന്നെ ഇതിനിടയിൽ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റെജിയും റിസൈൻ ചെയ്തു. റെജി എൻ്റെ കഥ, കാരണം ഞങ്ങൾ അപ്പോഴത്തേക്ക് ഈ 2 വർഷം കൊണ്ട് ഞങ്ങൾ വല്ലാതെ അറ്റാച്ച്ഡായി. അപ്പോൾ ഈ കഥ മൊത്തം കേട്ടപ്പോൾ റെജിക്കും അവിടെ തുടരാൻ പറ്റാത്ത, ഇവൻ ഇത്രയും വലിയ ഫ്രോഡാണ്, ഇവൻ്റെ ഒരു കമ്പനിയിൽ ഞങ്ങളെങ്ങനെ, എനിക്കും പിള്ളേരും ഇതൊക്കെ ഉള്ളതാണെന്നുള്ള അവനും റിസൈൻ ചെയ്തിട്ട് അവനിപ്പോൾ വേറെ കമ്പനി തുടങ്ങി, ടെറൈൻ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് വലിയ നല്ല ലെവലിലെത്തി ഇപ്പോൾ. ഓക്കെ, ഇപ്പം നമ്മൾ ഇപ്പോഴും നല്ല പല രീതിയിൽ കണക്റ്റഡാണ്, നല്ല രീതിയിൽ പോകുന്നുണ്ട്.
ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് കഴിഞ്ഞ ഉടനെയാണ് പിന്നെ ഈ യൂണിയൻ MHAയുടെ ലെറ്റർ എല്ലാ സ്റ്റേറ്റ് അതോറിറ്റിക്കും പോകുന്നത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളെ കയ്യിൽ ആ ലെറ്റർ വരില്ല, അതായത് കൺട്രോളിങ് അതോറിറ്റിക്കാണ് പോവുക. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ പോലീസ് ലൈസൻസ് എടുക്കുമ്പം എൻ്റെ കോൺടാക്ട് നമ്പർ ആയിരുന്നു ഉണ്ടായിരുന്നത്. റെജിയുടെ പേരിലാണെങ്കിലും ഓതറൈസ്ഡ് പേഴ്സൺ എന്നുള്ള രീതിയിൽ എനിക്ക് കോൾ വന്നു. കോൾ വന്നപ്പോൾ ഞാൻ നേരിട്ട് പോയി ഹാജരായിട്ട് പറഞ്ഞു ഞാൻ അവിടെ ഇല്ല, ഇന്ന കാരണം കൊണ്ട് ഞാൻ റിസൈൻ ചെയ്തു, എൻ്റെ റെസിഗ്നേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്ത സമയത്ത് അവർ പെട്ടെന്ന് തന്നെ എക്സ്പ്ലനേഷൻ ആർക്കാണ് ഇത് അയക്കേണ്ടതെന്ന് ചോദിച്ചപ്പം ജയാനന്ദ് ഉണ്ടെന്ന്. ജയാനന്ദിൻ്റെ പേരിലേക്ക് അവർ ലെറ്റർ ഇഷ്യൂ ചെയ്തു. ഇവരെ ഹാപ്പി അല്ല റിപ്ലൈ, ഇമ്മീഡിയറ്റ് ആയിട്ട് ലൈസൻസ് ക്യാൻസൽ ചെയ്ത് ഷട്ട് ഡൗൺ ചെയ്യാൻ പറഞ്ഞു. ചെന്നൈയിൽ അതിൻ്റെ അടുത്ത് ലൈസൻസ് ക്യാൻസൽ ചെയ്തു, ഷട്ട് ഡൗൺ ചെയ്തു. അപ്പോൾ അവർക്കില്ല. സൈമൾട്ടേനിയസ്ലി ഇവിടെയും 2021 അതേ ലെറ്റർ വന്നു. ഇപ്പോഴും ആ ലെറ്റർ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലെറ്റർ, അതായത് MHOയുടെ ലെറ്റർ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് വന്നു, അതോടെ കിടക്കും, അനങ്ങിയിട്ടില്ല. ഇപ്പം വീണ്ടും നമ്മളൊരു പ്രഷർ ചെലുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഷോക്കേഴ്സ് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതായത് ഇവരിപ്പോഴും കഴിഞ്ഞ 2021 3 വർഷം കഴിഞ്ഞ് ലൈസൻസ് ശരിക്കും നിയമവിരുദ്ധമായിട്ടാണ് ഇവർ. അതിൻ്റെ ശേഷമാണ് കുസാറ്റ് പോലത്തെ യൂണിവേഴ്സിറ്റി ഇവർക്ക് റിന്യൂവൽ ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ഇവരുടെ കമ്പനിയില്ലേ, അത് ജനം ന്യൂസിലൊക്കെ അത് വന്നിരുന്നു. നമ്മൾ ഊരാളുങ്കളുടെ കാലിക്കറ്റിലുള്ള ഒരു ഈ ക്യാൻസൽ ചെയ്യാൻ ഇത് വന്നതിന് ശേഷമാണ്. അതായത് രേഖയൊക്കെ ഉണ്ടോ? ഉണ്ട്. ക്യാൻസൽ ചെയ്യാനുള്ള രേഖയുണ്ട്, വന്ന ഉത്തരവ്. അതായത് സെക്യൂരിറ്റി കോൺട്രാക്ട് എന്ന് പറയുന്നത് എവറി ഇയർ റിന്യൂവൽ ചെയ്യണം, കാലാകാലത്തേക്ക്. അങ്ങനെ പുതുക്കുന്നത് ഇവർ പഴയ ലൈസൻസ് കോപ്പി വെച്ചും കൊണ്ട് ഞങ്ങൾക്ക് ഒരു ലൈസൻസിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. 2024 വരെ ഇവരുടെ ലൈസൻസ് ഉണ്ട്. ഇവർ 19 എടുത്തതാണ്. ഓക്കെ, 19 ഇവർ പേര് മാറ്റിയിട്ട് എടുത്ത ലൈസൻസ്, രജിയുടെ കമ്പനിയുടെ പേരിലുള്ള ലൈസൻസ് ഇവർ കിങ്ഡം പ്രൊട്ടക്ഷനായിട്ട് മാറ്റി ഒരു അമെൻമെൻറ്റ് വരുമ്പോൾ പിന്നെ 5 വർഷത്തേക്ക് കൊടുക്കും. പാസ്പോർട്ട് പോലെയാണ്, അവിടുന്ന് അങ്ങോട്ട് അങ്ങനെ കൊടുക്കും. അങ്ങനെ കൊടുത്ത സമയത്ത് ഇവർ ഈ ക്ലയൻറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് 24 വരെ. ക്ലയൻറ്റ് ഇത് ഓൺലൈനിലൊന്നും പോയി നോക്കാൻ നിൽക്കുന്നില്ല. ഓൺലൈനിൽ പോയി നോക്കിയാൽ കാണില്ല. ഓൺലൈനിൽ ലൈസൻസ് ഇല്ല. ഓൺലൈനിൽ കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിൽ കാണില്ല. ഓൺലൈനിൽ ഇപ്പോൾ കേരളത്തിലുണ്ട്. അപ്പോൾ ഇവർ ഇത് വെച്ചും കൊണ്ട് ഈ ഇപ്പോഴത്തെ ഇവരുടെ കോണ്ടാക്റ്റ് വെച്ചും കൊണ്ട് പിന്നെ ഇത് ഇത്രയും 3 വർഷം ഇപ്പം തള്ളി നീക്കി. ഇപ്പം ഞാൻ വീണ്ടും MHAയിൽ നമ്മളെ കോണ്ടാക്ട് ഇവർക്ക് പുതുക്കി കിട്ടത്തില്ലല്ലോ. എനിക്ക് കിട്ടില്ല. ഇപ്പോൾ ഷോക്കേഴ്സ് നോട്ടീസ് അയച്ചു. ഇപ്പോൾ ഈ വർഷം ഓഗസ്റ്റിൽ റിന്യൂവലാണ്. 100% റിന്യൂവൽ ആവില്ല. അതുമാത്രമല്ല, ഷോക്കേഴ്സ് നോട്ടീസിൻ്റെ മുമ്പ് ഇപ്പം തന്നെ ചിലപ്പോൾ ക്യാൻസൽ ആവും അത്. കാരണം ഇപ്പം ഒരു ലേഡിയാണ് ഓഫീസറായിട്ട് വന്നിരിക്കുന്നത് പുതുതായിട്ട്. ഇപ്പോൾ അവരെന്തായാലും ഇത് നമ്മുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ടല്ലോ, പുള്ളിയുടെ ആ ഒരു ഇതിൽ തന്നെയാണ് ഇത്രയും കാലം ഇത് നീക്കിക്കൊണ്ടിരുന്നത്. 2019 എൻ്റെ വൈഫിന് വേണ്ടിയിട്ട് ഞാനൊരു പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവർ ചെറിയ സിനിമ അല്ലാതെ മറ്റ് ചില വർക്കുകളൊക്കെ ഇങ്ങനെ എടുത്ത് ചെയ്യുന്നൊരു സ്റ്റേജിലേക്ക് വന്നപ്പം അത് മറ്റ് പല കമ്പനികളെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് തന്നെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞിട്ട് 2019 ഏപ്രിലിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനി രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. ആ പ്രൊഡക്ഷൻ കമ്പനിയിൽ ചില വർക്കുകളൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ അതിനകത്ത് ഒരു 2-3 സിനിമക്കുള്ള ഓപ്പർച്യൂണിറ്റി വന്നു. അത് വന്ന സമയത്ത് അതിലേക്ക് അത് സിനിമ ചെയ്യാൻ മാത്രമുള്ളൊരു ഫണ്ട് അതിനകത്തില്ല. ഫണ്ടിൻ്റെ ബുദ്ധിമുട്ട് വന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരാൾ നമ്മളെ മുമ്പിലുണ്ടല്ലോ. കാരണം അവന് UK ബേസ്ഡ് ആണ്, ഓൾറെഡി ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് പല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, സിനിമയിൽ പിന്നെ പല ആൾക്കാർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാം. അപ്പം അങ്ങനെ ആ പുള്ളിൻ്റെ അടുത്ത് നമ്മൾ അപ്രോച്ച് ചെയ്തു. പിന്നെ അത് പിന്നീടാണ് ചതിയായിപ്പോയി എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അവിടെയാണ് നമ്മളെല്ലാ ടേണിംഗ് പോയിൻറ്റുകളും ആരംഭിക്കുന്നത്. അപ്പോൾ പുള്ളിനെ അപ്രോച്ച് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ, എന്നെ ആ കമ്പനീൻ്റെ അകത്ത് ഡയറക്ടർ ആക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ വേണ്ട ഫണ്ട് ഞാൻ കൊണ്ടുവരാം ഓരോ പ്രോജക്റ്റിനനുസരിച്ചിട്ട്, അതിൻ്റെ എന്താണെന്നുള്ള റിട്ടേൺസ് അപ്പോൾ എനിക്ക് തന്നാൽ മതി എന്നുള്ള രീതിയിൽ പുള്ളിനെ അങ്ങനെ ഞങ്ങളെ 2020 പിന്നെ ഏകദേശം 1.5 വർഷം കഴിഞ്ഞിട്ട് 2020 ഡിസംബറിൽ പുള്ളി ആ കമ്പനീൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടറായി. ബോർഡ് ഓഫ് ഡയറക്ടർ ആയ സമയത്ത് പുള്ളി പറഞ്ഞു ഈ കമ്പനിയുടെ ഇപ്പോൾ ഉള്ള ബിസ്ബെയർ എന്ന് പറയുന്ന ഒരു പേരായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, ആ പേര് എനിക്ക് ഈ കമ്പനീൻ്റെ പേരൊന്ന് മാറ്റണം, എന്നിട്ട് ലണ്ടൻ ടാക്കീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാക്കി മാറ്റണം. കാരണം ഈ ലണ്ടൻ ടാക്കീസ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ലണ്ടൻ UK എന്നൊക്കെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വരൂപിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊരു കമ്പനിയുടെ പേര് മാറ്റുന്നതിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് അതങ്ങനെ ചെയ്യാന്നുള്ള രീതിയിൽ പിന്നെ ഓഡിറ്റർ അടുത്ത് സംസാരിച്ചപ്പോൾ എൻ്റെ ഓഡിറ്റർ പറഞ്ഞു ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരേ പ്രോസസ്സിൽ തന്നെ നമുക്ക് ചെയ്യാം. 2 പ്രോസസ്സായിട്ട് ചെയ്യുമ്പം MCയിലൊക്കെ 2 ഫീസ് വരും, ROCയിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് ആ ഓഡിറ്റർ പറഞ്ഞു ഈ പുള്ളി ഉള്ളിൽ വരുന്ന സമയത്ത് തന്നെ നമുക്ക് പേരും മാറ്റിക്കളയാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പുള്ളിയെ അകത്ത് അഡീഷണൽ ഡയറക്ടറായിട്ട് വരുന്നു.
ഓൾ ടൈം ഡയറക്ടർ അല്ല. ഓൾ ടൈം ഡയറക്ടർ ഞാനും എൻ്റെ വൈഫും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ. അതിൻ്റെ 90% ഷെയർ ഹോൾഡ് ചെയ്യുന്നത് വൈഫിൻ്റെ പേരിൽ തന്നെയായിരുന്നു. കാരണം അവരെ കമ്പനി ആയതുകൊണ്ട് അവർക്ക് 90% ഷെയർ വെച്ചും കൊണ്ടാണ് കമ്പനി തുടങ്ങിക്കൊടുത്തിരിക്കുന്നത്. അപ്പം അതായത് യഥാർത്ഥ ആ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഓണർ അവർ തന്നെയാണ്. ഞാനൊരു ഡയറക്ടർ എന്ന് മാത്രമേ അതിലുള്ളൂ. അങ്ങനെ ഇദ്ദേഹം ഇതിനകത്ത് ഡയറക്ടറായിട്ട് വന്നു. ഡയറക്ടറായിട്ട് കയറി കൺഫർമേഷൻ ആയ സ്ഥിതിക്ക് ആയതിൻ്റെ ശേഷം ഇയാൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അവിടെ നിന്നാണ് നമ്മുടെ ഡിസ്പ്യൂട്ട് ചെറുതായിട്ട് തുടങ്ങുന്നത്. അതായത് പിന്നെ ഇയാൾ എനിക്ക് CC പോലും വെക്കാതെ എൻ്റെ ഓഡിറ്റർക്ക്, അദ്ദേഹം അറിയ പോലും ഇല്ലാത്ത എൻ്റെ ഓഡിറ്റർക്ക് ഒരു മെയിൽ അയച്ചു ഇയാൾ. അതായത് എനിക്ക് ഈ കമ്പനിയുടെ കറണ്ട് ഷെയർ ഹോൾഡിംഗ് പൊസിഷൻ എനിക്ക് അറിയണമെന്നും പറഞ്ഞു. അപ്പോൾ ഓഡിറ്റർ അതിനുള്ള റിപ്ലൈ കൊടുത്തു. ഓഡിറ്റർ ഒന്നും എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല. ഇതാണ് ഇങ്ങനെ ഷർഷാദിൻ്റെ വൈഫ് റത്തീന ഇത്ര ഷെയർ ഹോൾഡിംഗ് ഉണ്ട് എന്നും പറഞ്ഞിട്ട് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അത് റിപ്ലൈ ചെയ്തു. അതിൽ ഉടനെ തന്നെ ഒരു മണിക്കൂറോ 2 മണിക്കൂർ എന്തോ ഗ്യാപ്പിൽ തന്നെയാണെന്ന് തോന്നുന്നു, ഉടനെ ഒരു റിപ്ലൈ ഓഡിറ്റർക്ക് വീണ്ടും അയച്ചു. എന്തെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി എന്താണ് അതിൽ എഴുതിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ഹാവ് ടു മേക്ക് എ നെസസറി അറേഞ്ച്മെൻറ്റ് ഫോർ ട്രാൻസ്ഫറിങ് നോട്ട് ലെസ് ദാൻ 74% ടു മൈ നെയിം എന്ന് പറഞ്ഞിട്ട് ഓഡിറ്റർക്ക് ഒരു മെയിൽ അയച്ചു. ഈ മെയിൽ കണ്ടപ്പം ഓഡിറ്റർ എന്നെ വിളിച്ചു. അതുവരെ എന്നെ വിളിച്ചിട്ടില്ല. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആരാണ് ഇദ്ദേഹം, നിങ്ങളെ കിണ്ടത്തിൻ്റെ ആളാണെന്നല്ല എനിക്കറിയാം, പക്ഷേ നിങ്ങളെ വൈഫിന് വേണ്ടിയിട്ടൊരു ഇത്രയും അവർ 10-15 വർഷത്തെ കഠിനാധ്വാനം ചെയ്ത് ഈ ലെവലിൽ എത്തിയപ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി ആരംഭിച്ചെടുത്തൊരു കമ്പനിയിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരാൾക്ക് 74% കൊടുക്കേണ്ട ആവശ്യം? എന്തിനാണ് അങ്ങനെ ഒരു ഡീല് നിൽക്കുന്നത്? നിങ്ങൾക്കിപ്പോൾ പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് കിട്ടാനൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെങ്കിലും നല്ല പ്രോജക്റ്റും നല്ല പിന്നെ സിനിമകളാണെങ്കിൽ നല്ല ആർട്ടിസ്റ്റുകളുടെ ഡേറ്റും ഉണ്ടെങ്കിൽ ഫണ്ട്സ് എത്രയും കിട്ടുമല്ലോ. അതുമാത്രമല്ല അവരൊരു ഫീമെയിൽ ഡയറക്ടർ ആവാൻ പോകുന്ന ആൾ, അപ്പം ഡയറക്ടർ ആയിട്ടില്ല, അപ്പോൾ ആവാൻ പോകുന്ന ആൾ, അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഓഡിറ്റർ എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനതിനെപ്പറ്റി അറിയില്ല, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. പുള്ളി ഞാൻ പറഞ്ഞു ആ മെയിൽ നിനക്ക് ഫോർവേഡ് ചെയ്ത് തരാം, ഞാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ പുള്ളി ആ മെയിൽ അയച്ചു. അപ്പോൾ ഞാൻ പുള്ളിനെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ തമ്മിലുള്ള ധാരണ ഇങ്ങനെയല്ലല്ലോ, നിങ്ങൾ ഡയറക്ടറാക്കാൻ പറഞ്ഞു, ഞങ്ങളത് ചെയ്തു, നിങ്ങൾ പ്രോജക്റ്റ് അടിസ്ഥാനത്തിൽ MOU ഇട്ട് കോൺട്രാക്റ്റ് ഇട്ടിട്ട് ഫണ്ട് കൊണ്ടുതരാമെന്ന് പറഞ്ഞു. ആ ഫണ്ട് കൊണ്ടുവരുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺസും തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, റിട്ടേൺസ് തരാമെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മളത് അക്സെപ്റ്റ് ചെയ്തതാണ്. നിങ്ങൾ ഉള്ളിൽ വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് MOU കാര്യങ്ങളൊക്കെ ബാക്കി പ്രൊസീഡ് ചെയ്യാം. അല്ലല്ല, അതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ഇത് സിനിമയാണ്, ഇതിലങ്ങനെ എനിക്ക് കാശ് തരുന്ന ആൾക്കാർ എൻ്റെ കാശല്ല, ഞാൻ പല ആൾക്കാരുടെ അടുത്തുനിന്ന് സ്വരൂപിച്ചിട്ട് കൊണ്ടുവരുന്ന കാശാണ്, അതിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുണ്ട്, പുള്ളി പറഞ്ഞ കഥകളാണ്, ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ പണമുണ്ട്, ഇങ്ങനെയുള്ള ആൾക്കാരുടെ കാശുണ്ട്, അപ്പോൾ അവർക്കൊക്കെ ഞാനാണ് ഗ്യാരണ്ടി, അപ്പോൾ എനിക്കിതിനകത്ത് ഷെയർ ഹോൾഡറായിട്ട് വന്നിട്ടില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ട്, കൺട്രോൾ ഇല്ലയെന്ന് അവർ മനസ്സിലാവും, അതുകൊണ്ട് എനിക്ക് മേജർ ഷെയർ ഞാൻ ഫണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു മിനിമം ഷെയർ നമ്മൾ തരാം, മേജർ ഷെയർ തരാൻ പറ്റില്ല, അത് പറ്റില്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ട് പുള്ളി അതവിടെ സ്റ്റോപ്പായി. അപ്പം പിന്നെ അതിനിടയിൽ പുള്ളി വേറൊരു ഓപ്ഷനായിട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു കാര്യം ചെയ്യണം, അങ്ങനെയാണെങ്കിൽ നീ പിന്നെ ഗ്യാരണ്ടി ചെക്ക് തരേണ്ടി വരും ഞാൻ ഫണ്ട് കൊണ്ടുവരുന്നതിനനുസരിച്ചിട്ട്, അപ്പോൾ അത് നിനക്കിപ്പം ഈ കമ്പനിയിൽ നിന്നല്ല, നിൻ്റെ മെയിൻ കമ്പനിയിൽ നിന്ന് എനിക്ക് ഗ്യാരണ്ടി ചെക്ക് തരേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയാം, മെയിൻ കമ്പനീനെ എന്തിനാണ് ഇതിലേക്ക് കൊണ്ടുവരുന്നത്? അതും സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല, അത് എൻ്റെ ഇത്രയും വർഷം പഴയ കമ്പനി, അതിൽ വേറെയും പാർട്ട്നേഴ്സ് ഡയറക്ടേഴ്സൊക്കെ ഉണ്ട്, അതിനെന്തിനാണ് ഇതിലേക്ക് വലിച്ചേക്കുന്നത്? അല്ല, എനിക്ക് എന്തെങ്കിലും ഗ്യാരണ്ടി വേണ്ടേ? കാരണം നീ ഇപ്പോൾ ഷെയറും തരില്ല, ഗ്യാരണ്ടിക്ക് ചെക്കും തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഫണ്ട് വന്നിട്ട് സിനിമ സക്സസ് ആയി എന്തെങ്കിലും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാ റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞു. ശരി, ഓക്കെ, എന്താണ് ചെക്ക് ഗ്യാരണ്ടി വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്കൊരു 25 lakhs 2 ചെക്ക് വേണമെന്ന് പറഞ്ഞു, ഒരു 10 ഒരു 15 ആയിട്ട്. ഓക്കെ, അത് അതിലും വലിയ എമൗണ്ടാണ് വരുന്നത്, പക്ഷെ ഒരു ഗ്യാരണ്ടി, ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ട് വേണമെന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും സുഹൃത്തല്ലേ, ഇദ്ദേഹം ഇത്രയും ഇതായി ഒരു പിന്നെ അത്രയും വലിയ CPM-ൻ്റെ ഒരു നേതാക്കന്മാരൊക്കെ ഒപ്പരം നടക്കുന്ന ഒരാൾ ഇങ്ങനെയുള്ള ഒരു രീതിയിൽ ഓക്കെ, ഒരു 10-ൻ്റെയും 15-ൻ്റെയും ചെക്ക് പുള്ളിക്ക് കൊടുത്തു, ഗ്യാരണ്ടി ചെക്കായിട്ട് എമൗണ്ട് ഇട്ടിട്ട് തന്നെ, ഡേറ്റ് ഇടാതെ കൊടുത്തു. ഡേറ്റ് ഇട്ടിട്ട് അങ്ങനെ എന്തോ കൊടുത്ത് കറക്റ്റ് ഓർക്കുന്നില്ല. ആ ചെക്ക് അവിടെ വാങ്ങിച്ചിട്ട് പുള്ളി വീണ്ടും ചെക്ക് വാങ്ങിച്ചു വെച്ചതിൻ്റെ ശേഷം വീണ്ടും ഓഡിറ്റർ എടുത്ത് പ്രഷർ ചെയ്തു, ഇല്ല പിന്നെ ചെക്ക് വാങ്ങിച്ചു വെച്ചതിന് ശേഷം പിന്നെ അടുത്ത കാര്യം എന്താ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതിൻ്റെ അകത്ത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞു.
അതായത് ഞങ്ങൾ 2 പേര് മതി. ഈ കമ്പനിക്ക് 2 പേര് ആവശ്യമുള്ളതുകൊണ്ടാണല്ലോ നീ വന്നിരിക്കുന്നത്. നിൻ്റെ ഭാര്യയുടെ പേരിലാണല്ലോ 90% ഷെയർ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ 2 പേരാണ് ഇത് നടത്താൻ പോകുന്നത്, നീ റിസൈൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യം എന്താ, ഞാനിപ്പോൾ ഉള്ളതിനെ കൊണ്ട് നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്, അല്ല അത് നമുക്ക് അങ്ങനെയുള്ള. അപ്പോൾ അവിടെ നിന്നാണ് ശരിക്കും ആ ഡിസ്പ്യൂട്ടുകൾ തുടങ്ങി വരുന്നത്, മനസ്സിലായില്ലേ? ആ ഡിസ്പ്യൂട്ട് ഇങ്ങനെ തുടങ്ങി അതൊരു വലിയ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഭാര്യയുടെ ഭാഗത്തുള്ള സ്വഭാവ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത്. അതായത് ഇവനെ അപ്പോൾ എന്തുകൊണ്ടാണ് റിസൈൻ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് റിസൈൻ ചെയ്തുകൂടെ എന്നുള്ള എൻ്റെ അടുത്ത് ചോദ്യം വന്നു. അവരയച്ച മെസ്സേജൊക്കെ ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട മെസ്സേജുകളെല്ലാം എൻ്റെ അടുത്തുണ്ട്. റിസൈൻ ചെയ്താൽ എന്താ ബുദ്ധിമുട്ട്, അത് നിൻ്റെ കമ്പനി വേറെ തന്നെ ഉണ്ടല്ലോ, അതിൽ നമ്മൾ ഇൻവോൾവ് ഒന്നും ചെയ്യുന്നില്ലല്ലോ, ഇത് പ്രൊഡക്ഷന് വേണ്ടി തുടങ്ങിയ കമ്പനിയല്ലേ, ശരി ഞാൻ റിസൈൻ ചെയ്യാം. പക്ഷേ എന്താ അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ കുട്ടൻസ് എന്തിനാ എന്നെ റിസൈൻ ചെയ്യിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്ക് എന്താ പറയാൻ കഴിയാത്തത്, അത് അവർക്ക് അറിയില്ല. അപ്പോൾ അവരത് ചേർന്നിട്ട് അപ്പോൾ ഞാനതിൽ എനിക്ക് എൻ്റെ ഓഡിറ്ററും പറഞ്ഞു അതിലെന്തോ ഒരു കളിയുണ്ട്. കാരണം ആദ്യം ഷെയർ ചോദിച്ച്, ഷെയർ തരില്ല എന്ന് പറഞ്ഞു. പിന്നെ ഗ്യാരണ്ടി ചെക്ക് വാങ്ങിച്ചു. പിന്നെ അതും മറ്റേ ഒരു ബന്ധമില്ലാത്ത ഒരു വേറെ കമ്പനിയിൽ നിന്ന് ഗ്യാരണ്ടി ചെക്ക് വാങ്ങിച്ചു. പിന്നെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡിൽ നിന്ന് റിസൈൻ ചെയ്യാൻ പറയുന്നു. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ചെയ്താൽ മതി, കാരണം കോംപ്ലിക്കേറ്റഡ് ആവും. ഭാര്യ ഇപ്പോൾ പുതിയതായിട്ട് ഇൻഡസ്ട്രിയിൽ വരുന്നതാണ്, അവർക്ക് ഇതിനെപ്പറ്റി ലീഗൽ വശങ്ങളൊന്നും അറിയില്ല. അവനെന്തെങ്കിലും കൊണ്ടുപോയി ട്രാപ്പിൽ പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും ചുറ്റേണ്ടി വരിക, കാരണം അവനവിടെ PR ഹോൾഡർ, അവൻ പുറത്തു പോകും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ റിസൈൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മറുപടി അവർക്ക് കൊടുത്തു. ഓക്കെ, മറുപടി കൊടുത്തപ്പോൾ അവിടെ നിന്നാണ് വഷളാവുന്നത്. വഷളായിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല റിസൈൻ ചെയ്യുന്നില്ല, നമുക്കറിയാം എന്ത് വഴിയെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവർ 2 പേരും അവിടെ നിന്നാണ് ഇവരുടേതും വൈഫിൻ്റെതും സ്വഭാവ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി. അവിടെ നിന്നാണ് ശരിക്കുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അങ്ങനെ മാറ്റി ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം ROC തന്നെ ഇൻഫ്ലുവൻസ് ചെലുത്തിയും കൊണ്ട് ഇതേ പേര് ഉപയോഗിച്ചും കൊണ്ട് ഒരു LLP കമ്പനി ആരംഭിച്ചു. ഇവർ 2 പേരും ഞാനില്ലാതെ ഇതേ പേര് ഉപയോഗിച്ചിട്ട്. ROC നിയമപ്രകാരം അത് തെറ്റാണ്. അതെങ്ങനെ അവർക്കിപ്പോൾ നിങ്ങളുടെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു സ്ഥാപനം രജിസ്റ്റേർഡ് ഒരു കമ്പനിയാണ്. ഓക്കെ, നാളെ ഒരാൾ പോയിട്ട് മറുനാടൻ മലയാളി എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിലവിലുള്ള ഈ കമ്പനിക്ക് എന്ത് നിലനിൽപ്പുള്ളത്, അത് നിയമവിരുദ്ധം. എങ്ങനെയാണ് അവർക്കത് കിട്ടിയെന്ന് പോലും അറിയില്ല. ഞാൻ അതിനെതിരെ ROC കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ കംപ്ലയിൻറ്റിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അതും ഞാൻ എൻ്റെ ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന കേസിൻ്റെ അകത്ത് ഞാൻ പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇന്നും അതിന് വ്യക്തമായ ഒരു നടപടി കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനുശേഷം ഈ ലണ്ടൻ ടാക്കീസ്, ഞാനുള്ള ലണ്ടൻ ടാക്കീസിൽ ഇപ്പോഴും അവർ 2 പേരും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. പിന്നെ ഞാനും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. ആ കമ്പനിയിൽ ഒരു ആക്ടിവിറ്റി നടക്കുന്നില്ല. പക്ഷേ ഇവരുണ്ടാക്കിയ LLP എന്ന് പറയുന്ന കമ്പനീൻ്റെ അകത്ത് ഈ അടുത്ത് ഒരു 1-2 സിനിമ ഇവർ പ്രൊഡ്യൂസ് ചെയ്തു. അത് ഒരു സിനിമ എന്തോ പരാജയപ്പെടുകയൊക്കെ ചെയ്തു. ഒരു ഭാവനെ വെച്ചിട്ടൊരു പടം ചെയ്തു. അത് കംപ്ലീറ്റ്ലി ഫ്ലോപ്പാണെന്ന് കേട്ടതിന് വളരെ വ്യക്തമായിട്ട് അതിനെപ്പറ്റി അറിയില്ല. അവിടെ ഈ ലണ്ടൻ ടാക്കീസ് എന്ന് പറയുന്ന ഈ കമ്പനി ഉണ്ടാക്കിയതിൻ്റെ ശേഷമാണ് പിന്നീട് മറ്റ് പല പ്രശ്നങ്ങളും ഞാൻ മുമ്പിൽ പറഞ്ഞതുപോലെ പിന്നെ ഈ ഡൊമസ്റ്റിക് വയലൻസ് പെറ്റീഷൻസും കാര്യങ്ങളും. പിന്നെ ഇമ്മീഡിയറ്റായിട്ട് ഈ ലണ്ടൻ ടാക്കീസ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ വേറൊരു കാര്യം എനിക്കുണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ അവരുടെ പേരെന്നെ മാറ്റി. പേര് മാറ്റുക എന്ന് പറഞ്ഞാൽ അവർ ഇൻഡസ്ട്രിയിൽ വരുന്ന മുമ്പ് തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ മുതൽ തന്നെ എൻ്റേതും ചേർത്തുള്ള പേരായിരുന്നു അവർക്ക്. അതെല്ലാവർക്കും അറിയാം. അതായത് അവരെ തൊട്ട് മുമ്പത്തെ പടങ്ങളായ അറബി ഒട്ടകം അല്ലെങ്കിൽ ഉയരെ എന്നൊക്കെ പറയുന്ന സിനിമകളും ഞാൻ മുമ്പ് പറഞ്ഞ പോലത്തെ സിനിമകളിൽ എൻ്റെ പേരും ചേർത്തും കൊണ്ടാണ് പോസ്റ്ററിലൊക്കെ പേര്. പക്ഷേ ഈ ലണ്ടൻ ടാക്കീസ് പുതുതായിട്ട് ഇവർ എടുത്തതിൻ്റെ ശേഷം ഇവർ ഇമ്മീഡിയറ്റായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഈ ലണ്ടൻ ടാക്കീസ് രജിസ്റ്റർ ചെയ്യുന്ന മുമ്പ് തന്നെ, ഡ്യൂപ്ലിക്കേറ്റ് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ ഇവർ പേര് മാറ്റി. പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേര് അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി അവരെ പഴയ കല്യാണം കഴിയുന്ന മുമ്പ് എന്താണോ പേര് ആ പേരിലേക്ക് അവർ പോയി. പക്ഷേ അതിലൊന്നും എനിക്ക് ഒബ്ജക്ഷൻ ഇല്ല. കാരണം ഒരാൾക്ക് പ്രായപൂർത്തിയായ ഒരാൾക്ക് എന്തും അവരുടെ പേര് എങ്ങനെ മാറ്റാം, എന്ത് മാറ്റാമെന്നൊക്കെ ഉള്ളത് ഈ രാജ്യത്ത് അത് അലോ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഇതൊക്കെ എന്തിനായിരുന്നു എന്നുള്ളത് ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം അവരെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്താണ്, അതായത് നമ്മൾ ഒരുമിച്ച് ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റ് അവരെ മീറ്റ് ചെയ്ത് പരിചയപ്പെടുന്നത് തന്നെ 2003. അവിടുന്ന് ഇങ്ങോട്ട് പിന്നെ അവർ ചെന്നൈയിൽ വന്നു. അന്ന് അതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞതാണ്. അവരെ എഡ്യൂക്കേഷൻ്റെ ആവശ്യത്തിന് ഒരു പിന്നെ +2 കേരളത്തിലവർ പിന്നെ എന്തോ ഒരു പേഴ്സണൽ റീസൺ കാരണം അവർക്ക് +2 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അത് തമിഴ്നാട്ടിൽ വന്നിട്ടാണ് അവർ ആ +2 എടുത്ത് അതിനാണ് തമിഴ്നാട്ടിൽ വന്നത്. അപ്പോൾ അന്ന് മുതലുള്ള ആ സപ്പോർട്ടിൽ അങ്ങനെ പിന്നെ നമ്മൾ പരിചയപ്പെട്ട് ആ റിലേഷൻഷിപ്പായി ആ കല്യാണത്തിലേക്ക് എത്തി. 2 വർഷം കൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞു.
ഇത്രയും കാലം അവർ ആ ഷെർഷാദ് എന്നുള്ള ഒരു ഇതിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അത് എൻ്റെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും റിലേറ്റീവ്സിനെല്ലാം അറിയാം. എൻ്റെ ഒരു തണലിൽ എൻ്റേതായ കോൺടാക്ട്സ് മദ്രാസിൽ വെച്ചും കൊണ്ടാണ് അവർ ഈ +2 പോലും ഇല്ലാത്ത അവർ അവിടെ വന്നിട്ട് പിന്നെ ഇത്രയും സപ്പോർട്ടോടുകൂടി ഈ ലെവലിലെത്തിയത്. അപ്പോൾ പിന്നീട് ഇവൻ്റെ പ്രഷർ കാരണമാണോ എന്ത് കാരണമാണോ ഈ പേരൊക്കെ മാറ്റാനുള്ള വകുപ്പുണ്ടായതെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അതിനൊക്കെ മൊത്തം നിയന്ത്രിച്ചിരിക്കുന്നത്, അതായത് ഈ പിന്നെ ഈ എറണാകുളത്ത് മാറി അവിടുന്ന് ഒരു വർഷം കഴിഞ്ഞ് 1.5 വർഷമാകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ഇവൻ്റെ കൺട്രോളിലേക്ക് ആയിപ്പോയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മുമ്പത്തെ പിന്നെ ഇതിൽ ഞാൻ ആദ്യം പറയുന്ന സമയത്ത് പറഞ്ഞല്ലോ, ഇവരെ അക്കൗണ്ട് മിസ്യൂസ് ചെയ്തിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തതും, പിന്നെ നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളുണ്ട്. ആ കൊല്ലത്തെ മറ്റേ സേഫ് ഇത് എന്താ ഒരു സേഫ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞൊരു സ്കീം കൊണ്ടുവന്നിട്ട് അതിലേക്ക് കുറച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്ത കാര്യമെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ഇവരൊരു ട്രാപ്പ് ചെയ്യപ്പെട്ടിട്ട് വെച്ചിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഈ ഒരു പിന്നെ ഇവരുടെ ഈ ലണ്ടൻ ടാക്കീസോട് കൂടിയിട്ടാണ് ഇവരെ കറക്റ്റുള്ള സ്വഭാവവും ആ പേരുമാറ്റലുള്ള കൂടിയിട്ടാണ് എനിക്ക് എന്തൊക്കെയോ സംഭവിച്ചെന്നുള്ളത് ഞാൻ തന്നെ സത്യത്തിൽ അറിയുന്നത്. ഓക്കെ, പിന്നെ അവിടുന്ന് അങ്ങോട്ടെല്ലാം വളരെ എന്താ പറയുക, ഭയങ്കരമായ പിന്നെ ഫാസ്റ്റായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. കേസ് ഫയൽ ചെയ്യുന്നു, പേര് മാറ്റുന്നു. പിന്നെ അതോടൊപ്പം തന്നെ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് ഇവർ പല രീതിയിൽ എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഫേസ്ബുക്കിൽ ഞാൻ അവരെ സെപ്പറേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇൻബോക്സിൽ, അതായത് ഞാനായിട്ട് എൻ്റെ ഹൈ പ്രൊഫൈൽ, അതായത് എൻ്റെ ഒന്നിക്കണ്ട അല്ലെങ്കിൽ പിന്നെ കൂടെ പഠിച്ച ആൾക്കാർ അല്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ്, ഇവരിലൊക്കെ കുറച്ച് നല്ല പ്രൊഫൈലിൽ നിൽക്കുന്ന ആൾക്കാരെ തെരഞ്ഞു പിടിച്ചും കൊണ്ട് അവരുടെ പേഴ്സണൽ ഇൻബോക്സിൽ പോയിട്ട്, ഫേസ്ബുക്കിൻ്റെ ഇൻബോക്സിൽ പോയിട്ട് മെസ്സേജ് അയക്കുക. ഞാൻ അവരെ സെപ്പറേറ്റായി, ഞാനും ഷെർഷാദും തമ്മിലൊരു ബന്ധവും ഇല്ല, പിന്നെ നമ്മൾ തമ്മിൽ നിങ്ങൾ വല്ല സാമ്പത്തിക ഇടപാടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നെഗറ്റീവ് കാര്യങ്ങൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരായിട്ടൊന്നും ഒരു ജീവിതത്തിൽ ഒരു സാമ്പത്തിക ഇടപാട് ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. പക്ഷേ അതൊക്കെ ഇത്രയും മാത്രം സപ്പോർട്ട് ചെയ്തിട്ട് വളർത്തിക്കൊണ്ടുവന്ന ഒരു ഭാര്യ ഇങ്ങനെ ഒരുത്തൻ്റെ ട്രാപ്പിൽപ്പെട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾ ആലോചിച്ചാൽ മതി ആ സമയത്ത്. പിന്നെ വേറൊരു കാര്യം ഞാൻ ഓർക്കുന്നത്, പുഴു സിനിമയുടെ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രൊമോഷൻ ഉണ്ടാവുമല്ലോ. അതിൽ മെയിനാണുള്ള ഡയറക്ടേഴ്സും പ്രൊഡ്യൂസറും. ആ പുഴു സിനിമയുടെ പ്രൊമോഷനിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടായ ഒരു കാര്യം, കുടുംബത്തിനെ പറ്റിയോ അല്ലെ അവൾ വളർന്നു വന്ന ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയോ എന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. നേരെ മറിച്ച് ഉയരെ സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉയരയിലായിരുന്നില്ല അത് പറയേണ്ടത്, കാരണം ഉയരെ എന്ന് പറയുന്നത് അവരൊരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് ചെയ്ത പടമാണ്. പുഴുവിൻ്റെ അകത്താണ് പറയേണ്ടത്, കാരണം അവിടെയാണ് അവർ സംവിധായകയാവുന്നത്. മനസ്സിലായില്ലേ? സംവിധായകയായി പുറത്തേക്ക് വരുന്നത്, അനൗൺസ് ചെയ്യുന്നത്. ആ സമയത്ത് ആ ഇൻ്റർവ്യൂ ചെയ്ത ആളെ ഞാൻ മലയാള മനോരമയിൽ ആ ഇൻ്റർവ്യൂ കണ്ടിട്ട് ആ റിപ്പോർട്ടറെ ഞാൻ വിളിച്ചിരുന്നു, നമ്പർ എടുത്തിട്ട്. അതിനകത്ത് നമ്പറുണ്ട്, ഈ മനോരമ പത്രത്തിലൊക്കെ അപ്പോൾ നമ്പർ വരും. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ അവരുടെ ഹസ്ബൻഡാണ്, ചെന്നൈയിൽ നിന്നാണ് വിളിക്കുന്നത്, നിങ്ങൾ എന്താണ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞാൽ? അല്ല, അവർക്ക് അത് ഞങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പം അവർ പ്രത്യേകം നമുക്ക് ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഞങ്ങൾ പിന്നെ അതിലേക്ക് കടക്കാറില്ല, അതുകൊണ്ട് ഫാമിലി കാര്യം ചോദിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്കത് പറഞ്ഞിട്ടുമില്ല അതിനകത്തെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഇത്രമാത്രം ഫാമിലിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സപ്പോർട്ടൊക്കെ പറയാനുള്ള ഒരു അവസരം അത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അന്ന് സപ്പോർട്ട് ചെയ്തിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം ഇത്രയും വലിയൊരു സപ്പോർട്ട് മദ്രാസിൽ നിന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ സിനിമയുടെ എന്താ പറയുക, ഒരു കിലോമീറ്റർ ദൂരത്ത് പോലും എത്തിയിട്ടുണ്ടാവില്ല. നമ്മൾ അവിടുന്ന് ചെന്നൈയിൽ അന്ന് എല്ലാ സിനിമകളുടെയും ഒരു ഹബ്ബായിരുന്നു, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ സിനിമകളുടെ ഹബ്ബായിരുന്നു അന്ന്. ഈ അടുത്താണ് കൊച്ചിയിലേക്ക് മലയാളമൊക്കെ മാറിയത്. അപ്പോൾ അവിടെ എത്തിപ്പെട്ട് അവിടുത്തെ കോൺടാക്ട്സും കാര്യങ്ങളും നമ്മളതായ കണക്ഷൻസ് ഉപയോഗിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്ത് എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഈ ലെവലെത്തി. അപ്പോൾ അത് ഫാമിലീൻ്റെ സംഗതി പറയുന്ന സമയത്ത് അവരത് പറയാതെ നിന്നു. അതും ചിലപ്പം ഇവൻ്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം. ഞങ്ങളിങ്ങനെ വീട് ആക്രമിച്ച് കയറിയെന്നും പറഞ്ഞിട്ട് ഒരു പരാതി വന്നിട്ടുണ്ടല്ലോ പിന്നെ കൊച്ചിയിൽ. ഇത് കേസ് വരുന്നത് പത്തനംതിട്ടയിൽ നിന്നാണല്ലോ പ്രഷർ വരുന്നത്. ഞാൻ അപ്പം എനിക്ക് ഓടി. അപ്പോൾ ഞാൻ വെച്ചാൽ അങ്ങനെ ഒരാൾ ലക്കിലി എക്സ്കേപ്പായി. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ബാലഗോപാൽ സാറില്ലേ, ധനകാര്യമന്ത്രി, പുള്ളിയുടെ മകൾക്കോ UK അഡ്മിഷൻ കിട്ടിയിട്ട് ഇവനായിരുന്നു കംപ്ലീറ്റ് എല്ലാം ഏർപ്പാട് ചെയ്ത് കൊടുത്തത്. കോടിയേരിയുടെ മരണത്തിൻ്റെ ശേഷം മാഷ് സെക്രട്ടറിയായി വന്നപ്പോൾ മാഷുടെ മകൻ്റെ പോരായ്മകൾ വെച്ചും കൊണ്ട് ഇവൻ വീണ്ടും പുള്ളിക്കേരി. ഞാൻ അർസേവിനൊക്കെ കണ്ട് ഇറങ്ങി വരുന്ന സമയത്താണ് ഇവനും കുറച്ച് ടീമും കയറി വരുന്നത് പന്തലിലേക്ക്.
അവിടെ നിന്നാണ് അവൻ എന്നെ കണ്ടിട്ട് എന്നെ ആക്രമിച്ചിട്ട്, ഞാൻ പറഞ്ഞില്ലേ കണ്ണൂർ ആക്രമിച്ചു. ഞാൻ കണ്ണൂരിൽ ഫയൽ പിന്നെ എന്ത് ചെയ്തു? അവൻ തല്ലിയോ? അവൻ വന്നിട്ട് ആദ്യം എന്നെ ഇങ്ങനെ പിടിച്ചു. എല്ലാ ഫാമിലിയിലും മുസ്ലിം ഫാമിലികളിൽ പിന്നെ എക്സ്ട്രീമിസ്റ്റുകളും ഉണ്ടാവും, സോഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും. ഓക്കെ, ഈ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എന്നെ ഭയങ്കരമായിട്ട് അന്ന് ഇതിനെതിരായിരുന്നു, ഈ സിനിമയിൽ പോകുന്നതിനനുസരിച്ച്. കാരണം നമ്മളെ സമുദായത്തിൽ പറ്റുന്ന ഒരു സംഗതിയല്ല അത്.